ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സ്കോർ റെയിൽവേ മലയാളത്തിൻ്റെ NCERT സീരീസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് തീംസ് ഇൻ ഇന്ത്യ ഹിസ്റ്ററി എന്ന് പറയുന്ന ടെക്സ്റ്റ് ബുക്ക് തന്നെയാണ്. നമ്മുടെ ഹിസ്റ്ററിയിലെ ഏറ്റവും ആദ്യത്തെ ക്ലാസ് നമ്മൾ കണ്ടതാണ് ഇൻഡസ് വാലി സിവിലൈസേഷൻ്റെ NCERT ക്ലാസ്. അതിനുശേഷം അതേ ടെക്സ്റ്റ് ബുക്കിലെ രണ്ടാമത്തെ ചാപ്റ്റർ അഥവാ രണ്ടാമത്തെ തീമാണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. അതിൻ്റെ പേരെന്ന് പറയുന്നത് എന്താണ്? തീം ടു ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. കിങ്സ്, ഫാമേഴ്സ് ആൻഡ് ടൗൺസ്, ഏർലി സ്റ്റേറ്റ്സ് ആൻഡ് എക്കോണമീസ് എന്ന് പറയുന്ന ഭാഗമാണ് നമ്മളിന്ന് പ്രധാനമായിട്ടും നോക്കാൻ പോകുന്നത്. ഒന്നാമത്തെ തീം നമ്മൾ കണ്ടതാണ് ഇൻഡസ് വാലി സിവിലൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ ഇത് എത്രാം ക്ലാസ്സിലെ ബുക്കാണ്? ഓൾറെഡി ഞാൻ പറഞ്ഞതാണ്, +2 ബുക്കാണ്. തീംസ് ഇൻ ഇന്ത്യ ഹിസ്റ്ററി എന്ന് പറയുന്ന ഭാഗം പാർട്ട് 1. ഓക്കെ, +2 ബുക്കാണ്. തീംസ് ഇൻ ഇന്ത്യ ഹിസ്റ്ററി എന്ന് പറയുന്ന ബുക്കാണ്. അതിലെ പാർട്ട് 1. അതിൽ എത്രാമത്തെ തീമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്? രണ്ടാമത്തെ തീമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എന്തൊക്കെയാണ് ഇതിനകത്ത് എഴുതിയിരിക്കുന്ന ഹെഡിങ്? കിങ്സ്, ഫാമേഴ്സ് ആൻഡ് ടൗൺസ്, ഏർലി സ്റ്റേറ്റ്സ് ആൻഡ് എക്കോണമീസ് എന്ന് പറയുന്ന ഭാഗമാണ് നമ്മളിന്ന് നോക്കാൻ ആയിട്ട് പോകുന്നത് പ്രധാനമായിട്ടും. അതിൻ്റെ ഹെഡിങ്ങുകളും അതിൻ്റെ സബ് ടോപ്പിക്സ് എന്തൊക്കെയാണെന്നുള്ളത് ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. അപ്പം ഈ ചാപ്റ്ററിലേക്ക് കടക്കുന്നതിനേക്കാൾ മുന്നേ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ഭാഗങ്ങൾ ഞാനൊന്ന് ചെറുതാക്കി പറഞ്ഞു തരാം. നമ്മൾ എങ്ങനെയാണ് ഇവിടെ വരെ എത്തി നിൽക്കുന്നത്, എന്താണ് ഈ ചാപ്റ്ററിൻ്റെ ഇമ്പോർട്ടൻസ് എന്നുള്ളതാണ് ഇവിടെ പറയാനായിട്ട് പോകുന്നത്. സോ ഫസ്റ്റ് എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറയുന്നത് എന്താണ്? ഞാൻ എപ്പോഴും എല്ലാ ക്ലാസ്സിലും പറയുന്ന പോലെ തന്നെ NCERT നിങ്ങളുടെ പ്രിപ്പറേഷൻ്റെ എന്തായിരിക്കണം? ഫൗണ്ടേഷൻ ആയിരിക്കണം. ആൻഡ് ഫൗണ്ടേഷൻ മാത്രമാണ്. NCERT ക്ലാസ്സുകൾ കൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷേ NCERT ക്ലാസ്സുകൾ കൂടിയേ പറ്റൂ എന്നുള്ളതും കൂടെ മനസ്സിലാക്കി വെക്കുക. ഇത് മാത്രം വെച്ചുകൊണ്ട് ക്രാക്ക് ചെയ്യാൻ പറ്റില്ല, എന്നാൽ ഇത് കൂടിയേ തീരൂ. ഇതിൻ്റെ മുകളിൽ നിങ്ങൾ എന്ത് ചെയ്യണം? കൺസെപ്റ്റുകൾ ബിൽഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് നിങ്ങൾ കണ്ടന്റുകൾ ആഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ടെസ്റ്റുകൾ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഇത് ഫൗണ്ടേഷൻ മാത്രമാണെന്ന് മനസ്സിലാക്കി വെക്കുക. ഈ ഫൗണ്ടേഷൻ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഡീകോഡിംഗ് NCERT സീരീസിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലേ? അത് ആദ്യം തന്നെ നിങ്ങൾ മനസ്സിൽ വെക്കുക. ഇനി നമുക്ക് ക്ലാസിന്റെ പെർസ്പെക്റ്റീവിൽ ആമുഖമായിട്ട് ഇൻട്രൊഡക്ഷനായിട്ട് എനിക്ക് പറയാനുള്ള കാര്യം കൂടെ ശ്രദ്ധിച്ചു വെക്കുക. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ NCERT സീരീസിൽ നമ്മൾ കണ്ടത് എന്താണ്? ഇൻഡസ് വാലി സിവിലൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട ഭാഗങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ NCERT സീരീസിൽ കണ്ടത്. ഇൻഡസ് വാലി സിവിലൈസേഷന്റെ കാലഘട്ടം നമുക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടായിരുന്നു. 2500 BCE തൊട്ട് 1900 BCE വരെ ഏകദേശം 600 വർഷമാണ് ഇൻഡസ് വാലി സിവിലൈസേഷൻ ഉണ്ടായിരുന്നതെന്ന് നമ്മൾ കണ്ടതാണ്. ഈ ചാപ്റ്ററിൽ നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് അതിനുശേഷം വന്നിട്ടുള്ള രാജാക്കന്മാർ, ആ കർഷകരുടെ ജീവിതം, അതുപോലെ തന്നെ നഗരങ്ങൾ, ടൗൺസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്, ആദ്യകാല രാജ്യങ്ങൾ എങ്ങനെയായിരുന്നു, അവരുടെ എക്കോണമീസ് എങ്ങനെയായിരുന്നു. ഇതാണ് തീം 2, രണ്ടാമത്തെ തീമിൽ നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരു സുപ്രഭാതത്തിൽ എങ്ങനെ ഇങ്ങോട്ട് വന്നു എന്ന് ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്കൊരു സംശയം ഉണ്ടായിരിക്കും. അത് ക്ലാരിറ്റി വരുത്തുക എന്നുള്ളതിന് വേണ്ടിയിട്ടാണ് ഞാൻ ആമുഖം എന്നുള്ള ഭാഗം പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇത്രയേ ഉള്ളൂ. ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ന് പറയുന്ന ഭാഗം 1900 BCE 1900 BCE എന്ത് ചെയ്യുന്നു? ഇൻഡസ് വാലി സിവിലൈസേഷൻ ഫേഡ് ഔട്ട് ചെയ്ത് പോകുന്നു. നമ്മൾ ക്ലാസ്സിനകത്ത് കണ്ടതാണ്. കൺസെപ്റ്റ് ക്ലാസ്സിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതുമാണ്. അതിനുശേഷമാണ് വേദകാലം ആരംഭിക്കുന്നത്. 1500 BCയോട് അടുപ്പിച്ചാണ് വേദകാലം ആരംഭിക്കുന്നത്. 1500 BCO തൊട്ട് ഏകദേശം 600 BCE വരെയാണ് വേദകാലം നീണ്ട് കിടന്നിരുന്നത്. അതിൽ തന്നെ 2 സ്റ്റേജ് ഉണ്ടായിരുന്നു, ഏർലി വേദിക് പീരീഡും ലേറ്റർ വേദിക് പീരീഡും. ഇതെല്ലാം നമ്മൾ കൺസെപ്റ്റ് ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മാത്രം മതി ഫൗണ്ടേഷൻ സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. 600 BCയോട് അടുപ്പിച്ചാണ് ആദ്യകാല രാജവംശങ്ങൾ അല്ലെങ്കിൽ ആദ്യകാല സ്റ്റേറ്റുകൾ ഫോം ചെയ്യുന്നത്. നമ്മൾ കൺസെപ്റ്റ് ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള NCERTയുടെ പുറകിലുള്ള ഒരു സമ്മറി അല്ലെങ്കിൽ ഒരു ടൈം ലൈൻ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഏറ്റവും അവസാനം കിടക്കുന്നത് എന്താണ്? 600 BCയിൽ ഏർലി കിങ്ഡംസ് സ്റ്റാർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഭാഗമാണ് അവിടെ കിടക്കുന്നത്. അപ്പോൾ ആ 600 BCയിൽ ആരംഭിക്കുന്ന ആദ്യകാല രാജവംശങ്ങളെ കുറിച്ചാണ് തീം 2വിനകത്ത് പറയുന്നത്. അതാണ് കിങ്സ്, ഫാമേഴ്സ് ആൻഡ് ടൗൺസ് എന്ന് പറയുന്ന ഭാഗം, ഏർലി സ്റ്റേറ്റ്സ് ആൻഡ് എക്കോണമീസ് എന്ന് പറയുന്ന ഭാഗം പ്രധാനമായിട്ടും റെഫർ ചെയ്യുന്നത് എന്നുള്ള കാര്യം ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇതിനിടയിൽ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്. വേദകാലങ്ങളെ പറ്റിയിട്ടുള്ള ഒരു തീം എന്തില്ല? തീംസ് ഇൻ ഇന്ത്യ ഹിസ്റ്ററി നമ്മളിപ്പോൾ ഈ പഠിക്കുന്ന NCERTക്കകത്ത് വേദകാലത്തെ പറ്റിയിട്ട് ഉള്ള ഒരു ഭാഗം ഇല്ല, മിസ്സിംഗ് ആണ്. അതിനി വരുന്ന NCERT സീരീസിൽ നമ്മൾ ആ ഭാഗങ്ങൾ പഠിപ്പിക്കുന്ന ഭാഗങ്ങൾ എടുത്ത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യാം. ഇപ്പം നമുക്ക് ഈ ടെക്സ്റ്റ് ബുക്കിന്റെ ഓർഡറിൽ പോകുമ്പോൾ രണ്ടാമത്തെ തീമിൽ കിടക്കുന്നത് എന്താണ്? ആദ്യകാല രാജവംശങ്ങളെ പറ്റിയിട്ടാണ്. വേദകാലങ്ങൾ എന്ന് പറയുന്ന ഭാഗം അവിടെ എന്താണ്? മിസ്സിംഗ് ആണ്. അപ്പോൾ ഇത്രയും മനസ്സിലാക്കി വെച്ചാൽ മതി. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ്സിനകത്ത് വേദകാലങ്ങളെ പറ്റി പഠിക്കാം. ഇത്രയും മനസ്സിലാക്കി വെച്ചാൽ മതി. വേദകാലത്തിന്റെ അവസാന കാലഘട്ടം ആകുമ്പോഴാണ് ഇൻഡസ് വാലി സിവിലൈസേഷന് ശേഷം എന്ത് ചെയ്യുന്നത്? മറ്റൊരു നാഗരിക സംസ്കാരം, മറ്റൊരു അർബൻ സിവിലൈസേഷൻ ഫോം ചെയ്യുന്നത്. അപ്പോൾ വേദകാലം എന്ന് പറയുന്നത് കുറച്ചുകൂടെ എന്തായിരുന്നു? അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള പാസ്റ്ററൽ ലൈഫും നൊമാഡിക് ലൈഫും ഒക്കെ നടത്തിയിരുന്ന ആളുകളാണ്. അവിടെ വെച്ചിട്ടാണ് വേദങ്ങൾ കമ്പോസ് ചെയ്യപ്പെടുന്നത്. ഇതെല്ലാം നമ്മൾ കൺസെപ്റ്റ് ക്ലാസ്സിൽ പഠിക്കും. അതിന്റെ അവസാന കാലഘട്ടം ആകുമ്പോൾ എന്ത് ചെയ്യുന്നു? രണ്ടാമത് ഒരു സ്റ്റേറ്റ് ഫോർമേഷൻസ് നമുക്ക് കാണാൻ സാധിക്കുകയാണ്. സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ ഇൻഡസ് വാലി സിവിലൈസേഷനിലെ പോലെയുള്ള സ്റ്റേറ്റുകളല്ല. ഇവിടുത്തെ വ്യത്യാസം എന്താണ്? ഇവിടെ മൊണാർക്കുകളാണ്, രാജവംശങ്ങളാണ് കൂടുതലും ഉള്ളത്. രാജാക്കന്മാരാണ് കൂടുതലായിട്ടും ഫോം ചെയ്യുന്നത്. അപ്പോൾ അവരുടെ ചരിത്രം
അതെങ്ങനെയാണ് ഉണ്ടായിരുന്നത്, അതിൽ പ്രധാനപ്പെട്ട രാജാക്കന്മാരൊക്കെയാണ്, അവരെന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തിരുന്നത്, ആ സമയത്ത് കർഷകരുടെ അവസ്ഥ എന്തായിരുന്നു, സാധാരണക്കാരുടെ അവസ്ഥകൾ എന്തായിരുന്നു, ഈ രാജാക്കന്മാർ കൊണ്ടുവന്നിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മളിവിടെ പഠിക്കുന്നത്. അതാണ് കിങ്സ്, ഫാമേഴ്സ് ആൻഡ് ടൗൺസ്, ഏർലി സ്റ്റേറ്റ്സ് ആൻഡ് എക്കോണമീസ് എന്ന് പറയുന്ന ഈ ഭാഗത്തിനകത്ത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നത്. ഇൻഡെക്സ് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മൾ ആദ്യം പഠിക്കുന്നത് ജെയിംസ് പ്രിൻസപ്പിനെയും പിയാദസി എന്ന് പറയുന്ന രാജാവിനെ പറ്റിയിട്ടുമാണ്. അതിനുശേഷം ഏർലിയസ്റ്റ് സ്റ്റേറ്റ്, ഏറ്റവും ആദ്യകാലത്തെ ഫോം ചെയ്യപ്പെട്ട രാജ്യങ്ങളെ പറ്റി പഠിക്കും. അത് 16 ഉണ്ട്. മഹാജനപദാസ് എന്ന് വിളിക്കുന്ന 16 സ്റ്റേറ്റുകളാണ് ഏറ്റവും ആദ്യം ഫോം ചെയ്യുന്നത്. അതിൽ നിന്നും മഗധ എന്ന് പറയുന്ന രാജ്യം എങ്ങനെ പവർഫുൾ ആയിട്ട് വന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ സബ് ഹെഡായിട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി മഗധയ്ക്കകത്ത് ആ ഏരിയ കേന്ദ്രീകരിച്ച് വരുന്ന ഏറ്റവും ആദ്യത്തെ സാമ്രാജ്യം, എംപയർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൗര്യ സാമ്രാജ്യമാണ്. മൗര്യ സാമ്രാജ്യം ആരാണ് ഫൗണ്ട് ചെയ്തത്, അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൂളർ ആരാണ്, അവരുടെ അഡ്മിനിസ്ട്രേഷൻ എങ്ങനെയാണ്, എന്തുകൊണ്ടാണ് മൗര്യ സാമ്രാജ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്, ഇതാണ് ഈ 3 ടോപ്പിക് എന്ന് പറയുന്നത്. അതിനുശേഷം മൗര്യ സാമ്രാജ്യം അവസാനിച്ചതിന് ശേഷം വന്നിട്ടുള്ള മറ്റ് രാജാക്കന്മാരും ചീഫുകളൊക്കെ ആരൊക്കെയാണ്, ഡിവൈൻ കിങ്സ് എന്ന് പറയുന്നതിന്റെ പ്രസക്തി എന്താണ്, രാജാക്കന്മാർക്ക് ഏത് കാലഘട്ടത്തിലാണ് ദേവപരിവേഷം അല്ലെങ്കിൽ ദൈവത്തിന്റെ പരിവേഷം അവർ കെട്ടിത്തുടങ്ങിയത് അല്ലെങ്കിൽ അവർ സ്വീകരിച്ചത് എപ്പോഴാണ് എന്നുള്ളതൊക്കെ അവിടെ പറയുന്നുണ്ട്. പിന്നെ എന്ത് ചെയ്യുന്നു, സാധാരണ ജനങ്ങൾക്ക് രാജാവിന്റെ മുകളിലുള്ള പെർസെപ്ഷൻസ് എന്തായിരുന്നു, അവർ ഉൽപാദനം കൂട്ടുന്നതിന് വേണ്ടി രാജാക്കന്മാർ, എക്കോണമി നമ്മൾ പഠിക്കുന്നുണ്ടല്ലോ, എക്കോണമി എന്ന് പറയുന്ന ഭാഗം ക്ലാസ്സിനകത്ത് അല്ലെങ്കിൽ ടെക് തീമിന്റെ ഭാഗമാണ്. സോ എങ്ങനെയാണ് പ്രൊഡക്ഷൻ കൂട്ടുന്നതിന് വേണ്ടി രാജാക്കന്മാർ എന്തൊക്കെയാണ് ചെയ്തിരുന്നത്, റൂറൽ സൊസൈറ്റിയിൽ ഉണ്ടായിരുന്ന വ്യത്യാസങ്ങൾ എന്തൊക്കെയായിരുന്നു, ലാൻഡ് ഗ്രാൻഡുകൾ ആർക്കൊക്കെയാണ് കൊടുത്തിരുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇവിടെ നോക്കുന്നത്. അതിനുശേഷം നമ്മൾ എങ്ങോട്ട് വരുന്നു, പുതിയ നഗരങ്ങൾ ഏതൊക്കെയാണ്, അവിടുത്തെ അർബൻ പോപ്പുലേഷന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, ട്രേഡ് സെന്റേഴ്സ് എന്തൊക്കെയാണ്, നാണയങ്ങളും രാജാക്കന്മാരും തമ്മിലുള്ള ബന്ധം എന്താണ്. പിന്നെ അതിനുശേഷം ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നത് എന്തിൽ നിന്നാണ്, ഇൻസ്ക്രിപ്ഷൻസിൽ നിന്നാണ്, ശാസനങ്ങളിൽ നിന്നാണ് പ്രധാനമായിട്ടും നമുക്കിത് കിട്ടുന്നത്. സോ ഇൻസ്ക്രിപ്ഷൻസ് ഏതൊക്കെയാണുള്ളത്, ബ്രഹ്മി സ്ക്രിപ്റ്റിലുള്ള ഇൻസ്ക്രിപ്ഷൻ ഉണ്ട്, കരോഷ്ടി സ്ക്രിപ്റ്റിലുള്ള ഇൻസ്ക്രിപ്ഷൻ ഉണ്ട്, അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, അതിന്റെ ലിമിറ്റേഷൻസ് എന്താണ്, ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഒരു ക്ലാസ്സിനകത്ത് അല്ലെങ്കിൽ ഈ ഒരു NCERT സീരീസിലെ ഈ ഒരു ടെക്സ്റ്റിനകത്ത് അല്ലെങ്കിൽ ഈ ഒരു ചാപ്റ്ററിനകത്ത് നമ്മൾ പ്രധാനമായിട്ടും കവർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. വലിയ ചാപ്റ്ററാണ്, ഒരുപാട് രാജാക്കന്മാരുടെ പേരുകളും കുറേ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കവർ ചെയ്ത് പോകുന്നുണ്ട്. പക്ഷെ അതേസമയം നിങ്ങളിത് ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്യുന്നതിന് വേണ്ടി ശ്രദ്ധയോടെ കേട്ടിരിക്കുക. ഇതിനകത്ത് പറയുന്ന ആളുകളുടെ പേരുകൾ അല്ലാതെ കാണുന്ന എന്തെങ്കിലും ഫാക്റ്റുകളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നോട്ടാക്കി എടുത്ത് വെച്ച് പഠിക്കുക. നമ്മൾ എപ്പോഴും ക്ലാസ്സിൽ ഫോളോ ചെയ്യുന്ന പോലെ എന്ത് ചെയ്യുന്നതായിരിക്കും, നമ്മൾ ഈ നോട്ട്സ് എന്ന് എഴുതിയിരിക്കുന്നിടത്ത് ആ പർട്ടിക്കുലർ പേജിലെ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് അവിടെ ഉൾപ്പെടുത്തുന്നത്. നമ്മൾ ടെക്സ്റ്റ് ബുക്ക് വായിക്കുക, സെന്റൻസ് ലൈൻ ബൈ ലൈൻ വായിച്ച് നിങ്ങളെ കേൾപ്പിക്കുക എന്ന് പറയുന്നത് ഈ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് ഒരിക്കലും പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു കാര്യമല്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, PDF എടുത്ത് വെക്കുക. ആ PDF ഓരോ പേജിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ നോട്ട്സ് എന്ന് പറയുന്ന ഭാഗത്തിനകത്ത് എഴുതിയിട്ടുണ്ടായിരിക്കും. അത് നോട്ട് എഴുതി വെച്ച് പഠിക്കാനായിട്ട് ശ്രമിക്കുക. നമ്മളിതിന് മുന്നേ ഉള്ള പൊളിറ്റിയുടെ ക്ലാസ് എടുത്തപ്പോഴായിക്കോട്ടെ, ഇൻഡസ് വാലി സിവിലൈസേഷൻ്റെ ക്ലാസ് എടുത്തപ്പോഴായിക്കോട്ടെ, അങ്ങനെയാണ് മുന്നോട്ട് പോയത്. ഇപ്പോഴും അങ്ങനെ തന്നെ പോകാനായിട്ട് ശ്രമിക്കുക. ഓക്കെ ആണല്ലോ, നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഫസ്റ്റ് പേജ് തീം 2 ആണ്, കിങ്സ്, ഫാമേഴ്സ് ആൻഡ് ടൗൺസ്, ഏർലി സ്റ്റേറ്റ്സ് ആൻഡ് എക്കോണമീസ്. എത്ര സമയത്തെ, 600 BC. ഈ 600 BC ആണ് ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ ഏറ്റവും ആദ്യത്തെ ടൈം ലൈനകത്ത് NCERT-ക്കകത്ത് കൊടുത്തിട്ടുള്ള ടൈം ലൈനകത്ത് തന്നെ എന്ത് കൊടുത്തത്, ഏർലി കിങ്ഡംസ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. 600 BC തൊട്ട് 600 CE വരെ ഏകദേശം 1200 വർഷത്തെ ചരിത്രമാണ് നമ്മൾ ഈ തീംസിനകത്ത് പഠിക്കാനായിട്ട് പോകുന്നത്, അല്ലെങ്കിൽ ഈ ഭാഗത്തിനകത്ത് പഠിക്കാനായിട്ട് പോകുന്നത് എന്നുള്ള കാര്യം അവർ ആദ്യം തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. 1200 വർഷത്തെ ചരിത്രമാണ്. അപ്പം എത്രത്തോളം ഏരിയ കവറായി പോകും, എത്രയോ രാജവംശങ്ങളെ, രാജാക്കന്മാരെ കവറായി പോകും എന്നുള്ള കാര്യം ഇപ്പം തന്നെ നിങ്ങൾക്ക് ഊഹിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ശ്രദ്ധയോടെ കേട്ടിരിക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളൊക്കെ നോട്ട് എഴുതി വെച്ച് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഈ പേജിനകത്ത് നമ്മൾ പ്രധാനമായിട്ടും നോക്കുന്നത് എന്താണ്, ഇതായി എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. ഋഗ്വേദ കമ്പോസ് ചെയ്തിട്ടുള്ളത് ഇൻഡസ് നദിയുടെ ട്രിബ്യൂട്ടറീസിൻ്റെയും തീരത്തുള്ള ആളുകളാണ് എന്നുള്ള കാര്യം അവിടെ ഒരു സൈഡ് നോട്ടായിട്ട് നിങ്ങൾ എഴുതി വെച്ച് പഠിക്കുക. മെഗാലിത്തുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇത് ചോദ്യമായിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. എന്താണ് മെഗാലിത്ത്? മെഗാലിത്ത് എന്ന് പറഞ്ഞാൽ ഒരു ബറിയൽ സ്ട്രക്ചർ ആണ് എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. അതെവിടെയാണ് കാണുന്നത്, സെൻട്രൽ ഇന്ത്യയിലും സൗത്ത് ഇന്ത്യയിലും കാണുന്ന ഒരു ബറിയൽ സ്ട്രക്ചർ ആണ്. ആളുകളെ കുഴിച്ചിടുന്നതിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന ഈ ഒരു കാലഘട്ടത്തിൽ 600 BC തൊട്ട് 600 CE വരെ, അല്ലെങ്കിൽ അതിന് മുന്നോടിയായിട്ടുള്ള ഒരു കാലഘട്ടത്തിൽ കണ്ടുവരുന്ന പ്രത്യേകതരം എന്താണ്, ബറിയൽ സ്ട്രക്ചറുകളെയാണെന്ന് വിളിക്കുന്നത്, മെഗാലിത്തുകൾ എന്ന് വിളിക്കുന്നത്. ഇത് രണ്ടുമാണ് ഈ ഒരു പേജിൽ പ്രധാനമായിട്ടും അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് നോക്കി വെക്കുക. മെഗാലിത്തുകളെ പറ്റി ഇതാ ഇവിടെ എഴുതിയിട്ടുണ്ട്, മെഗാലിത്ത് എന്താണെന്നുള്ള ഇവിടെ എഴുതിയിട്ടുണ്ട്, ഋഗ്വേദയുടെ കാര്യം ഇവിടെ എഴുതിയിട്ടുണ്ട്. അത് ഓർത്ത് വെച്ച് മനസ്സിലാക്കി വെക്കുക. ഇനി അതിന്റെ താഴത്തേക്ക് വരുമ്പോൾ നമുക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റുന്നത്, ഹിസ്റ്റോറിയൻസ് അറ്റംപ്റ്റ് ടു അണ്ടർസ്റ്റാൻഡ് ദീസ് ഡെവലപ്മെന്റ്സ് ബൈ ഡ്രോയിങ് എ റേഞ്ച് ഓഫ് സോഴ്സസ്. എന്തൊക്കെയാണ് സോഴ്സുകൾ, ഇൻസ്ക്രിപ്ഷൻസ്, ടെക്സ്റ്റ്, കോയിൻസ് ആൻഡ് വിഷ്വൽ മെറ്റീരിയൽസ്.
ഞാൻ നമ്മുടെ കൺസെപ്റ്റ് ക്ലാസ്സിനകത്ത് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് അത്. ചരിത്രം എന്ന് പറയുന്നത് പുനർനിർമ്മിക്കുന്നതാണ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് സം ടൂൾസ്. എന്തൊക്കെയാണ് ആ ടൂൾസ്? ഇൻസ്ക്രിപ്ഷൻസ്, മാനുസ്ക്രിപ്റ്റ്സ്, മെറ്റീരിയൽ റിമൈൻസ്, ഫോറിൻ അക്കൗണ്ട്സ്, ഇതൊക്കെ നമ്മൾ പണ്ട് പഠിച്ച കാര്യമാണ്. കോയിൻസ് തുടങ്ങിയ കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ചരിത്രത്തെ പുനർനിർമ്മിച്ചെടുക്കുന്നു. അതേ കാര്യം തന്നെയാണ് ഇവിടെയും അവർ എഴുതിയിട്ടുള്ളത്. ആൻഡ് ഇവിടെ നമ്മുടെ ഏറ്റവും ആദ്യത്തെ ഹെഡിലേക്ക് കിടക്കുകയാണ് പ്രിൻസെപ്പ് ആൻഡ് പിയാദസി. ആരാണ് പ്രിൻസെപ്പ്? പ്രിൻസെപ്പ് എന്ന് പറയുന്നത് ജെയിംസ് പ്രിൻസെപ്പ് ആണ്. അദ്ദേഹം എന്താണ്? അദ്ദേഹം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഒരു ഓഫീസറായിരുന്നു. അദ്ദേഹം എന്താണ് ചെയ്തത്? അദ്ദേഹം ബ്രഹ്മി സ്ക്രിപ്റ്റും കരോഷ്ടി സ്ക്രിപ്റ്റും, 2 സ്ക്രിപ്റ്റുകൾ എന്ത് ചെയ്തു? അദ്ദേഹം ഡീസൈഫർ ചെയ്തെടുത്തു. 2 സ്ക്രിപ്റ്റുകൾ അദ്ദേഹം ഡീസൈഫർ ചെയ്തെടുത്തു. അതിൽ അദ്ദേഹം കണ്ടിട്ടുള്ള ഒരു വാക്കാണ് എന്ത്? പിയാദസി. പിയാദസി എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? പ്ലസന്റ് ടു ബിഹോൾഡ് എന്നാണ്. പ്ലസന്റ് ടു ബിഹോൾഡ് എന്നാണ് പിയാദസി എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം. അപ്പൊ അത്രയും കാര്യങ്ങൾ അവിടെ ഓർത്ത് വെക്കുക. ജെയിംസ് പ്രിൻസെപ്പ് എന്ത് ചെയ്തു? ബ്രഹ്മി സ്ക്രിപ്റ്റിലും കരോഷ്ടി സ്ക്രിപ്റ്റിലുമുള്ള ഏതാനും കാര്യങ്ങളെ, ഇൻസ്ക്രിപ്ഷൻസിനെ, ശാസനങ്ങളെ ഡീസൈഫർ ചെയ്തെടുത്തത് വ്യക്തി ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ജെയിംസ് പ്രിൻസെപ്പ് ആണ്. അദ്ദേഹം ആരാണ്? ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഒരു തൊഴിലാളിയായിരുന്നു. ആൻഡ് ഇവിടെ മറ്റൊരു പോയിന്റ് കൂടെ ഉണ്ട്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, ചോദിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ്. എന്താണത്? എപ്പിഗ്രഫി എന്താണ്? എപ്പിഗ്രഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശാസനങ്ങളെ പറ്റിയിട്ടുള്ള പഠനം, ഇൻസ്ക്രിപ്ഷൻസിനെ പറ്റിയിട്ടുള്ള പഠനത്തിനാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് എപ്പിഗ്രഫി എന്ന് വിളിക്കുന്നത്. നാണയങ്ങളെ പറ്റിയിട്ടുള്ള പഠനങ്ങൾ നമ്മൾ എന്ന് വിളിക്കുന്നു ന്യൂമിസ്മാറ്റിക്സ് എന്ന് വിളിക്കുന്നു. സ്റ്റഡി ഓഫ് ഇൻസ്ക്രിപ്ഷൻസ് നമ്മൾ എന്ന് വിളിക്കുന്നു എപ്പിഗ്രഫി എന്ന് വിളിക്കുന്നു. നമ്മളിത് ഓൾറെഡി കൺസെപ്റ്റ് ക്ലാസ്സിൽ കണ്ട കാര്യമാണ്. സോ ജെയിംസ് പ്രിൻസെപ്പ് എന്ത് ചെയ്യുന്നു? ബ്രഹ്മി സ്ക്രിപ്റ്റും കരോഷ്ടി സ്ക്രിപ്റ്റും ഡിസൈഫർ ചെയ്തെടുക്കുന്നു. അവിടെ പിയാദസി എന്ന് പറയുന്ന ഒരു രാജാവിന്റെ പേര് ഇത്തരത്തിലുള്ള പല ഇൻസ്ക്രിപ്ഷൻസിലുമായിട്ട് കണ്ടുവരുന്നു. അദ്ദേഹം അത് ആരാണെന്ന് തിരിച്ചറിയുന്നു? അശോക ചക്രവർത്തിയാണെന്ന് തിരിച്ചറിയുന്നു. അങ്ങനെയാണ് അശോക ചക്രവർത്തിയെ കുറിച്ചും അശോക ചക്രവർത്തി ജീവിച്ചിരുന്ന മൗര്യ സാമ്രാജ്യത്തെ പറ്റിയും നമുക്ക് എന്ത് കിട്ടുന്നത്? ഒരു അറിവ് കിട്ടുന്നത് എന്നുള്ള കാര്യം ഇവിടെ ഓർത്ത് വെക്കുക. സോ ജെയിംസ് പ്രിൻസെപ്പ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഒരു എംപ്ലോയി ആയിരുന്നു. ഇതിനെല്ലാം തുടക്കം കുറിക്കുന്നത് എവിടെയാണ്? വില്യം ജോൺസ് എന്ന് പറയുന്ന പുള്ളിക്കാരൻ ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു തുടക്കം നമ്മുടെ എന്താ പറയുക എക്സ്കവേഷൻസിന്റെ കാര്യത്തിൽ ഇത്തരത്തിലുള്ള ഒരു ആരംഭം ഉണ്ടാവുന്നത്. കൺസെപ്റ്റ് ക്ലാസ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അത് പഠിക്കുന്ന കാര്യമാണ്. ഞാൻ ഇവിടെ പറഞ്ഞത് മുഷിലുണ്ടാകുന്നില്ല. സോ ജെയിംസ് പ്രിൻസെപ്പ് എന്ന് പറയുന്ന പുള്ളിക്കാരനാണ് എന്ത് ചെയ്യുന്നത്? ബ്രഹ്മി സ്ക്രിപ്റ്റും കരോഷ്ടി സ്ക്രിപ്റ്റും ഡീസൈഫർ ചെയ്തെടുക്കുന്നത് എന്നുള്ള കാര്യം ഇവിടെ ഓർത്ത് വെക്കുക. ഇതേ അദ്ദേഹത്തിന്റെ പേര് പിയാദസി എന്ന് പറയുന്നത് ഏത് രാജാവാണെന്നാണ് പറയുന്നത്? അശോക ചക്രവർത്തിയാണെന്നാണ് പറയുന്നത്. ആൻഡ് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, പിയാദസി ആരാണെന്ന് നമുക്ക് മനസ്സിലായി, കിങ് അശോകയാണെന്ന് മനസ്സിലായി. ഇൻസ്ക്രിപ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഉറപ്പുള്ള പ്രതലങ്ങളിൽ കൊത്തിവെക്കുന്ന കാര്യങ്ങളാണ്. നമ്മൾ പലവട്ടം പഠിച്ചിട്ടുള്ള കാര്യമാണ്. പാലിയോഗ്രാഫി എന്താണെന്ന് പറയുന്നത്? ദ സ്റ്റഡി ഓഫ് ഏൻഷ്യന്റ് റൈറ്റിംഗ്സ് ആൻഡ് ഡിസൈഫറിംഗ് ആൻഡ് ഡേറ്റിംഗ് ഓഫ് ഏർലിയർ മാനുസ്ക്രിപ്റ്റ്സ്. ഈ പറഞ്ഞ പോലെ പ്രാചീനമായിട്ടുള്ള എഴുത്തുകളെ പറ്റിയിട്ടുള്ള പഠനത്തെയാണ് എന്ന് വിളിക്കുന്നത് പാലിയോഗ്രാഫി എന്ന് വിളിക്കുന്നത്. അപ്പം ഇതൊക്കെ ചോദ്യമായിട്ട് ചോദിക്കും. പിയാദസി എന്ന് പറഞ്ഞാൽ ഏത് രാജാവിനെ പറ്റിയിട്ടാണ് പിയാദസി എന്ന് ഏൻഷ്യന്റ് ഇൻസ്ക്രിപ്ഷൻസിൽ പറഞ്ഞിട്ടുള്ളത് എന്ന് ചോദിക്കും. ആരെ പറ്റിയിട്ടാണ്? കിങ് അശോകനെ പറ്റിയിട്ടാണ്. ഓക്കെ ആണല്ലോ? ഒരു പോയിന്റ് പഠിച്ചു. ഇനി അശോകന്റെ ഇൻസ്ക്രിപ്ഷൻസ്, അശോകന്റെ ശാസനങ്ങൾ ഏതൊക്കെ സ്ക്രിപ്റ്റിലാണ് ഉണ്ടായിരുന്നത്? ബ്രഹ്മി സ്ക്രിപ്റ്റിലും കരോഷ്ടി സ്ക്രിപ്റ്റിലും ആണല്ലോ നമ്മൾ പഠിച്ചു. ബ്രഹ്മി സ്ക്രിപ്റ്റിലും കരോഷ്ടി സ്ക്രിപ്റ്റിലുമുള്ള അശോകന്റെ ശാസനങ്ങൾ ഡിസൈഫർ ചെയ്തെടുത്ത ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി തൊഴിലാളി ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഓഫീസർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? ജെയിംസ് പ്രിൻസെപ്പ് ആണ്. 3 പോയിന്റുകൾ നിങ്ങളിപ്പോൾ ഓൾറെഡി എന്ത് ചെയ്തു? പഠിച്ചു കഴിഞ്ഞു. ഓക്കെ ആണല്ലോ? പാലിയോഗ്രാഫി എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റഡി ഓഫ് ഏൻഷ്യന്റ് റൈറ്റിംഗ്സിനെയാണ് നമ്മൾ ഇന്ന് വിളിക്കുന്നത് പാലിയോഗ്രാഫി എന്ന് വിളിക്കുന്നത്. സ്റ്റഡി ഓഫ് ഏൻഷ്യന്റ് റൈറ്റിംഗ്സിനെയാണ് നമ്മൾ ഇന്ന് വിളിക്കുന്നത് പാലിയോഗ്രാഫി എന്ന് വിളിക്കുന്നത്. അപ്പോൾ അത്രയും പോയിന്റ്സ് നമ്മൾ ഇതുവരെ ഉള്ളത് പഠിച്ചു. ഇനി അപ്പൊ ഇവിടെ പ്രധാനമായിട്ട് നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ള ഒരു സംശയമാണ് സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ക്രിപ്റ്റും ലാംഗ്വേജും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? സ്ഥിരമായിട്ട് സംശയം വരാൻ സാധ്യതയുള്ള ഒരു ഏരിയയാണ്. തിരിച്ചും മറിച്ചും നമ്മളിത് പുസ്തകങ്ങളിൽ കാണുന്നതാണ്, നോട്ടിൽ കാണുന്നതാണ്, ക്വസ്റ്റ്യൻ ആയിട്ടും കാണുന്നതാണ്. സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? അതുപോലെ തന്നെ ലാംഗ്വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് ഇനി പറയുന്ന ഭാഗങ്ങൾ മനസ്സിലാക്കി പോകാൻ പറ്റും. സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ ലിപി. ലാംഗ്വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാഷ. ഓക്കെ ആണല്ലോ? മലയാളം എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ ഈ എഴുതിയിരിക്കുന്നത് എന്താണ്? ഈ എഴുതിയിരിക്കുന്നത് മലയാളം എന്നാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. മലയാളം എന്ന ഭാഷയെ മലയാള ലിപി ഉപയോഗിച്ചുകൊണ്ടാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. ശരിയല്ലേ? ഈ എഴുതിയിരിക്കുന്നതോ ഇതും മലയാളം തന്നെയാണ്. എന്ന് പറഞ്ഞാൽ ഈ ഭാഷ മലയാളമാണ്. പക്ഷെ ഞാൻ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ലിപി എന്താണ്? റോമൻ അഥവാ ലാറ്റിൻ ലിപിയാണ്. റോമൻ അഥവാ ലാറ്റിൻ ലിപിയാണ്. അതാണ് ലിപിയും ഭാഷയും തമ്മിലുള്ള വ്യത്യാസം. ഇത് രണ്ടും എന്താണ്? മലയാള ഭാഷയാണ്.
പക്ഷെ ഇത് എന്താണ്? ഇത് മലയാള ലിപിയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്, അഥവാ മലയാളം സ്ക്രിപ്റ്റ് ആണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷെ ഇതോ റോമൻ ഓർ ലാറ്റിൻ സ്ക്രിപ്റ്റ് ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. റോമൻ ഓർ ലാറ്റിൻ സ്ക്രിപ്റ്റിൽ എഴുതുന്ന ഭാഷകളാണ് ഏതൊക്കെ? ഇംഗ്ലീഷ് ഭാഷ, സ്പാനിഷ് ഭാഷ, ഫ്രഞ്ച് ഭാഷ. ഇതിൻ്റെ എല്ലാം സ്ക്രിപ്റ്റ് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന എന്താ? എല്ലാത്തിലും ഒരേ അക്ഷരമാലകളാണ്, ഒരേ ആൽഫബറ്റ്സ് ആണ്, ഒരേ സിമ്പിൾസ് ആണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ മൂന്ന് ഭാഷകളാണ്. സോ അതാണ് ലിപിയും ഭാഷയും തമ്മിലുള്ള വ്യത്യാസം. ഭാഷ എന്ന് പറഞ്ഞാൽ ഒരു മീഡിയം ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്. ആ മീഡിയം ഓഫ് കമ്മ്യൂണിക്കേഷനെ റൈറ്റിങ്ങിന് വേണ്ടി ഉപയോഗിക്കുമ്പോൾ ഏത് സിമ്പിൾസ് ആണ് യൂസ് ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത്? സ്ക്രിപ്റ്റ് എന്ന് വിളിക്കുന്നത്. സോ ബ്രഹ്മി സ്ക്രിപ്റ്റ്, ഖരോഷ്ടി സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അത് 2 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സെറ്റ് ഓഫ് സിമ്പിൾസ് ആണ്. ബ്രഹ്മി എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് സിമ്പിൾസ് ആണ്, ഖരോഷ്ടി എന്ന് പറയുന്നത് മറ്റൊരു ഗ്രൂപ്പ് ഓഫ് സിമ്പിൾസ് ആണ്. ഈ ഗ്രൂപ്പ് ഓഫ് സിമ്പിൾസ് ഉപയോഗിച്ചുകൊണ്ടാണ് ആദ്യകാലത്തിലെ ശാസനങ്ങളെല്ലാം കൊത്തിവെച്ചിരുന്നത്. അങ്ങനെ കൊത്തിവെച്ചിരുന്ന ശാസനങ്ങൾ ഡിസൈഫർ ചെയ്തെടുക്കാൻ അതിൽ എഴുതിയിരിക്കുന്നത് ഏത് ഭാഷയാണെന്ന് മനസ്സിലാക്കി ആ ഭാഷ ഈ പറയുന്ന സിമ്പിൾസ് ഉപയോഗിച്ചുകൊണ്ട് വായിച്ചെടുത്ത് അതിനകത്ത് എഴുതിയിരിക്കുന്ന അർത്ഥം മനസ്സിലാക്കി അതിനകത്ത് പിയാദസി എന്ന് പറയുന്നത് അശോകനാണെന്ന് മനസ്സിലാക്കാൻ 1830കളിൽ ആർക്ക് സാധിച്ചു? ജെയിംസ് പ്രിൻസപ്പിന് സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, ചരിത്രത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നിമിഷം എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് അത് സാധിച്ചത് കൊണ്ടാണ് അശോക ചക്രവർത്തിയെ പറ്റി നമ്മൾ ഇന്നും പഠിക്കുന്നത്, അശോകന്റെ ശാസനങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, ആ കാലഘട്ടത്തിലെ ചരിത്രം നമുക്ക് വീണ്ടെടുക്കാൻ പറ്റിയത്. ഓക്കെ ആണല്ലോ? സോ ഒരു സ്ക്രിപ്റ്റ് എന്താണെന്നും ലാംഗ്വേജ് എന്താണെന്നുള്ളതും നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇനി മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ എന്താ കാണുന്നത്? അപ്പോൾ ഏർലിയസ്റ്റ് ഇൻസ്ക്രിപ്ഷൻസ് ഏത് ഭാഷയിലായിരുന്നു വെച്ചാൽ പ്രാകൃത ഭാഷയിലായിരുന്നു ആദ്യകാല ഇൻസ്ക്രിപ്ഷൻസ് ഉണ്ടായിരുന്നത്. പിന്നെ മൊത്തത്തിൽ 16 മഹാജനപദാസ് ഉണ്ടായിരുന്നു. അതിലെ ചില മഹാജനപദാസ് രാജാക്കന്മാരാണ് ഭരിച്ചിരുന്നത്, ചിലത് ആരാണ് ഭരിച്ചിരുന്നത്? ഒളിഗാർക്കീസ് ആണ് ഭരിച്ചിരുന്നത്. ഒളിഗാർക്കി എന്ന് പറയുമ്പോൾ അധികാരം ഒരു ഗ്രൂപ്പ് ഓഫ് മെന്നിന്റെ കയ്യിലാണ് കൈയാളിയിരുന്നത്. ബുദ്ധനും മഹാവീരനും ജനിച്ചിരുന്നത് അത്തരത്തിലുള്ള ഒളിഗാർക്കികളിലാണ്. ഒളിഗാർക്കികളെ വിളിക്കുന്ന മറ്റൊരു പേരെന്താണെന്ന് ചോദിച്ചാൽ ഗണ. ഒറ്റയടിക്ക് കുറെ പോയിന്റ്സ് പറഞ്ഞ പോലെ തോന്നും, സിമ്പിളായിട്ട് പറഞ്ഞു തരാം, സിമ്പിളായിട്ട് ശ്രദ്ധിച്ചു കേട്ടിരിക്കാൻ ശ്രമിക്കുക. ആദ്യകാലത്ത് കിട്ടിയിട്ടുള്ള ഇത്തരത്തിലുള്ള ഇൻസ്ക്രിപ്ഷൻസ്, അശോകന്റെ ഇൻസ്ക്രിപ്ഷൻസ് എല്ലാം ഏത് ഭാഷയിലാണെന്നാണ് പറയുന്നത്? പ്രാകൃത ഭാഷ. അപ്പോൾ പ്രാകൃതം എന്ന് പറഞ്ഞാൽ എന്താ? പ്രാകൃതം എന്ന് പറഞ്ഞാൽ മലയാളം അറിയുന്ന കുട്ടികൾക്ക് അറിയാം. പ്രാകൃതം എന്ന് പറഞ്ഞാൽ സംസ്കൃതത്തിന്റെ വിപരീതമാണ് പ്രാകൃത്, അല്ലെ? സംസ്കരിച്ചെടുത്ത ഭാഷയെയാണ് സംസ്കൃതം എന്ന് വിളിക്കുന്നത്. കൾച്ചേർഡ് ഭാഷ എന്നുള്ളതാണ് മറ്റൊരു മീനിങ്. പ്രാകൃതം എന്ന് പറഞ്ഞാൽ സംസ്കൃതമല്ലാത്ത ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആളുകൾ ഉപയോഗിച്ചിരുന്ന വെർണാക്കുലർ ലാംഗ്വേജസിനെയാണ് പ്രാകൃതം എന്ന് വിളിക്കുന്നത്. പ്രാകൃതം എന്ന് പറയുന്നത് ഒരു ഭാഷയല്ല, ഒന്നിൽ കൂടുതൽ ഭാഷകൾ ആ കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്ന ഒന്നിൽ കൂടുതൽ വെർണാക്കുലർ ലാംഗ്വേജസിന്റെ ഒരു കോമ്പിനേഷനെയാണ് അല്ലെങ്കിൽ കളക്റ്റീവായിട്ട് വിളിക്കുന്ന പേരാണ് എന്ത്? പ്രാകൃതം എന്ന് പറയുന്നത്. അപ്പോൾ അവർ ആദ്യം പറയുന്നത് എന്താണ്? അശോകന്റെ ഇൻസ്ക്രിപ്ഷൻസ് എഴുതിയിരിക്കുന്നതിൽ ബഹുഭൂരിപക്ഷവും ഏത് ഭാഷയിലാണെന്നാണ് പറയുന്നത്? പ്രാകൃത ഭാഷയിലാണ്. അപ്പോൾ സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള ഇൻസ്ക്രിപ്ഷൻസ് ആണ് അദ്ദേഹം എഴുതിയിരുന്നത്. 2, മഹാജനപദാസ് എത്ര എണ്ണം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്? 16 മഹാജനപദാസ് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ആ 16 മഹാജനപദാസിൽ ഒന്നായിരുന്നു മഗധ. മഗധയിൽ വന്നിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാമ്രാജ്യമാണ് ഏത്? മൗര്യ സാമ്രാജ്യം. മൗര്യ സാമ്രാജ്യത്തിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചക്രവർത്തിയാണ് ആര്? അശോക ചക്രവർത്തി. അശോക ചക്രവർത്തിയുടെ ശാസനങ്ങൾ വായിച്ചെടുത്തപ്പോഴാണ് നമുക്ക് ഈ ഒരു ചരിത്രം തന്നെ മനസ്സിലാക്കാനായിട്ട് പറ്റിയത്. അപ്പോൾ 16 മഹാജനപദാസ് ഉണ്ടായിരുന്നു. 16 മഹാജനപദാസിൽ ബഹുഭൂരിപക്ഷം മഹാജനപദാസും രാജാക്കന്മാരാണ് ഭരിച്ചിരുന്നത്. എക്സെപ്റ്റ് വളരെ കുറച്ചെണ്ണം അത് എന്താണ് ഭരിച്ചിരുന്നത്? ഒളിഗാർക്കിയാണ്. ഒളിഗാർക്കീസ് എന്നാണ് അവിടുത്തെ പൊളിറ്റിനെ വിളിക്കുന്നത്, അല്ലെങ്കിൽ അവിടുത്തെ അഡ്മിനിസ്ട്രേഷനെ വിളിക്കുന്നത്. രാജഭരണമുള്ളതിനെ നമ്മൾ മൊണാർക്കി എന്ന് വിളിക്കുന്ന പോലെ ഒരു കൂട്ടം ആളുകളാണ് ഒരു രാജ്യത്തെ ഭരിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെന്ന് വിളിക്കും? ഒളിഗാർക്കി എന്ന് വിളിക്കും, അഥവാ ഗണ എന്ന് വിളിക്കും. വർദ്ധമാന മഹാവീര ആരാണ്? അദ്ദേഹം ജൈനമതം സ്ഥാപിച്ചിട്ടുള്ള അല്ലെങ്കിൽ ജൈനമതത്തിന്റെ ഫൗണ്ടർ എന്ന് വിളിക്കാവുന്ന അല്ലെങ്കിൽ തീർത്ഥങ്കരയായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്ന, പ്രൊഫറ്റായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്ന പുള്ളിക്കാരനാണ് ആര്? വർദ്ധമാന മഹാവീര. ബുദ്ധമതം എസ്റ്റാബ്ലിഷ് ചെയ്ത ആളാണ് നമ്മുടെ സിദ്ധാർത്ഥ അല്ലെങ്കിൽ ബുദ്ധൻ. അപ്പോൾ ഇവർ രണ്ടുപേരും ജനിച്ചത് ഇത്തരത്തിലുള്ള ഒളിഗാർക്കീസിലാണെന്നും NCERT പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോൾ ആ കാര്യം കൂടെ ഓർത്ത് വെക്കുക. അപ്പോൾ ലേറ്റർ വേദിക് പീരീഡിന്റെ അവസാന കാലഘട്ടമാകുമ്പോൾ കൊച്ചു കൊച്ചു രാജ്യങ്ങൾ ഫോം ചെയ്യുന്നു. അതിനെയാണ് ജനപദാസ് എന്ന് വിളിക്കുന്നത്. ആ ജനപദാസുകളെല്ലാം കൂടി ചേർന്ന് മഹാജനപദാസ് ഫോം ചെയ്യുന്നു. അത്തരത്തിലുള്ള 16 രാജ്യങ്ങൾ ആ സമയത്തുണ്ടായിരുന്നു. ആ 16 രാജ്യങ്ങളിൽ ചില രാജ്യങ്ങൾ രാജാക്കന്മാരാണ് ഭരിച്ചിരുന്നത്, അല്ലെങ്കിൽ ഭൂരിപക്ഷം രാജ്യങ്ങളും രാജാക്കന്മാരാണ് ഭരിച്ചിരുന്നത്. ചില രാജ്യങ്ങളിൽ എ ഗ്രൂപ്പ് ഓഫ് മെൻ ആണ് നാട് ഭരിച്ചിരുന്നത്. അതിനെ ഒളിഗാർക്കി എന്ന് വിളിക്കുന്നു. ഇത്തരത്തിലുള്ള ഒളിഗാർക്കീസിനെ ഗണ എന്നും വിളിക്കുന്നുണ്ട്. ഈ ഗണങ്ങളിലാണ് ആര് ജനിച്ചത്? ബുദ്ധിസത്തിന്റെ ഫൗണ്ടറായിട്ടുള്ള നമ്മുടെ ശ്രീബുദ്ധനും അതുപോലെ തന്നെ വർദ്ധമാന മഹാവീരയും ജൈനിസത്തിന്റെ തീർത്ഥങ്കരയായിട്ടുള്ള 24ാമത്തെ തീർത്ഥങ്കരയായിട്ടുള്ള വർദ്ധമാന മഹാവീരയും ജനിച്ചത്. ഓക്കെ ആണോ? ഇനി
ആദ്യകാല ശാസനങ്ങളിൽ, അശോകന്റെ ശാസനങ്ങളിൽ നിന്നാണ് നമുക്ക് ഈ ഒരു ചരിത്രം കിട്ടുന്നത്. മഹാജനപദാസ് ഉണ്ടായിരുന്നുവെന്നും അതിൽ മഗധ ഉണ്ടായിരുന്നുവെന്നും മഗധയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാമ്രാജ്യമാണ് മൗര്യ എന്നും മൗര്യയിൽ ചന്ദ്രഗുപ്ത മൗര്യന്റെ കൊച്ചുമകനായിട്ടാണ് അശോകൻ ജനിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമുക്ക് ഇത്തരത്തിലുള്ള സോഴ്സുകളിൽ, ശാസനങ്ങളിൽ നിന്നും മറ്റ് റിട്ടൺ ടെക്സ്റ്റുകളിൽ നിന്നും ഒക്കെയാണ് കിട്ടുന്നത്. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ അതിൽ ആദ്യകാലത്തെ ഇൻസ്ക്രിപ്ഷൻസ് എല്ലാം ഏത് ഭാഷയിലായിരുന്നു എന്നാണ് പറയുന്നത്? പ്രാകൃത ഭാഷയിലായിരുന്നു എന്നാണ് പറയുന്നത്. ഇത്രയാണ് ഈ പേജിനകത്ത് പ്രധാനമായിട്ടും പറഞ്ഞിട്ടുള്ളത്. ഇനി ഈ കാണുന്നതാണ് 16 മഹാജനപദാസ് എവിടേക്കാണ് കിടന്നിരുന്നതെന്നും അത് എന്തൊക്കെയായിരുന്നു എന്നും അതിന്റെ പേരുകൾ എന്തൊക്കെയാണെന്നുള്ളതും ഇവിടെ എഴുതിയിട്ടുണ്ട്. ഞാൻ അത് കാണിച്ചു തരാം. ആൽഫബറ്റിക് ഓർഡറിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി അത് കമ്പയർ ചെയ്തിട്ടുണ്ട്. അംഗ, അവന്തി, ചെടി, ഗാന്ധാര, കംബോജ, കാശി, കോസല, കുരു, മല്ല, മത്സ്യ, മഗധ, പാഞ്ചാല, ശൂരസേന, വത്സവാംഗ, വൃജി, ഇങ്ങനെ 16 മഹാജനപദാസാണ് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. ഇതിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഏതാണ്? മഗധയാണ്. ഈ മഗധയിലാണ് പിന്നീട് എന്ത് വരുന്നത്? മറ്റ് സാമ്രാജ്യങ്ങൾ ഡെവലപ്പ് ചെയ്ത് വരുന്നത് എന്നുള്ളതാണ് നിങ്ങൾ ഇനി പഠിക്കാൻ പോകുന്ന കാര്യം. അപ്പൊ അതിന്റെ മാപ്പ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? ബ്രാഹ്മണാസ് ബിഗെയിൻ കമ്പോസിങ് സാൻസ്ക്രിറ്റ് ടെക്സ്റ്റ് നോൺ ആസ് ധർമ്മസൂത്രാസ്. അപ്പൊ ധർമ്മസൂത്രാസ് ആര് കമ്പൈൽ ചെയ്ത ബുക്കാണ്, അല്ലെങ്കിൽ ആര് കമ്പോസ് ചെയ്ത ബുക്കാണെന്ന് ചോദിക്കും. ബ്രാഹ്മണന്മാർ കമ്പോസ് ചെയ്ത ബുക്കാണ്. എന്തിനു വേണ്ടിയിട്ട്? ദീസ് ലേ ഡൗൺ നോംസ് ഫോർ റൂളേഴ്സ്. ക്ഷത്രിയന്മാർക്ക് നാട് ഭരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിയമങ്ങൾ എഴുതി വെച്ചിട്ടുള്ള പുസ്തകങ്ങളെ വിളിക്കുന്ന പേരാണ് ധർമ്മസൂത്രാസ്. അത് ആരാണ് കമ്പൈൽ ചെയ്തതെന്ന് ചോദിക്കും. ആരാണ് കമ്പൈൽ ചെയ്തത്? ബ്രാഹ്മണാസ് ആണ് കമ്പൈൽ ചെയ്തത്. അപ്പോൾ ഈ മഹാജനപദാസ് ഉണ്ടാകുന്ന സമയമാകുമ്പോഴേക്കും ജാതി ശ്രേണിയൊക്കെ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് വന്നിരുന്നു. അതിൽ ബ്രാഹ്മണന്മാരാണ് രാജാക്കന്മാർ എങ്ങനെ രാജ്യം ഭരിക്കണം എന്നുള്ള നിയമങ്ങൾ ഉണ്ടാക്കിയിരുന്നെന്നാണ് ഇത് നമുക്ക് സൂചന തരുന്നത്. ആ പുസ്തകങ്ങളെ വിളിക്കുന്ന പേരാണ് എന്ത്? ധർമ്മസൂത്ര. ഒളിഗാർക്കി എന്താണെന്നുള്ളത് അവിടെ എഴുതിയിട്ടുണ്ട്. ഒളിഗാർക്കി റെഫേർഡ് ടു എ ഫോം ഓഫ് ഗവൺമെന്റ് വെർ പവർ ഈസ് എക്സസൈസ്ഡ് ബൈ ഗ്രൂപ്പ് ഓഫ് മെൻ. റോമൻ റിപ്പബ്ലിക് ഒളിഗാർക്കിക്ക് ഒരു എക്സാമ്പിൾ ആണ്. ഓക്കെ ആണല്ലോ. ഫസ്റ്റ് അമംഗ് 16 മഗധ. ആദ്യത്തെ ഈ 16 നിന്നും ഏറ്റവും പവർഫുൾ ആയിട്ട് ആര് വന്നു? മഗധ വന്നു. അതിന്റെ കാരണം നിങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഞാൻ അതിനെ നോട്ടാക്കി അപ്പുറത്ത് വെച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് കാരണം? വൈ മഗധ? ഒന്ന്, അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ. അവരുടെ കാർഷിക ഉൽപാദനം കൂടി. ആരുടെ? മഗധയുടെ. 2, അയൺ മൈൻസ് അവിടെ ഉണ്ടായിരുന്നു. മഗധ സാമ്രാജ്യത്തിനടുത്ത് അയൺ മൈൻസ് ഉണ്ടായിരുന്നു ജാർഖണ്ഡിൽ. ആനകളെ അവർ പടക്കകത്ത് ഉപയോഗിച്ചിരുന്നു. 3, ഗംഗാ നദി. ഗംഗയുടെ തീരത്താണ് ഈ മഗധ എന്ന് പറയുന്ന സാമ്രാജ്യം ഉണ്ടായിരുന്നത്. ഗംഗാ നദി അവർ ട്രാൻസ്പോർട്ടേഷന് വേണ്ടി ഉപയോഗിച്ചിരുന്നു. ഇനി ആദ്യകാലത്തെയുള്ള ബുദ്ധിസ്റ്റ്, ജൈനിസ്റ്റ് ലിറ്ററേച്ചറുകൾ പറയുന്നത് പ്രകാരം ബിംബിസാര, അജാതശത്രു ആൻഡ് മഹാപത്മനന്ദ ഈ 3 രാജാക്കന്മാരുടെ പോളിസീസും മഗധേനെ പവർഫുൾ ആക്കുന്നതിന് വേണ്ടി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ആദ്യകാലത്തെ അവരുടെ ക്യാപിറ്റൽ ഏതായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ രാജ്ഗൃഹ അല്ലെങ്കിൽ രാജുഗഹ. അതിന്റെ ലിറ്ററലി അതിന്റെ കൺവേർഷൻ എങ്ങനെയാണ്? ഹൗസ് ഓഫ് കിങ്, രാജാവിന്റെ വീട്. രാജ്ഗൃഹ അല്ലെങ്കിൽ രാജഗഹ. ഇത് പാലി അല്ലെങ്കിൽ പ്രാകൃത ഭാഷയിൽ എഴുതിയിട്ടുള്ളതാണ് ഈ രാജുഗഹ എന്ന് പറയുന്നത്. അജാതശത്രു, അത് അജാതശത്രു എന്നും പലയിടത്തും കാണാൻ പറ്റും. അതും ഈ പറഞ്ഞ പോലെ പ്രാകൃത ഭാഷയിലുള്ള പേരുകളാണെന്നുള്ള കാര്യം കൂടെ ഓർത്ത് വയ്ക്കാം. അപ്പൊ എന്തൊക്കെയാ കുറെ കാര്യങ്ങൾ പറഞ്ഞു പോകുന്നതല്ലാതെ ഇതിനൊരു ചിട്ടയില്ല, ഒരു ഓർഡർ ഇല്ല. അതാണ് ഈ NCERT നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറെ ഫാക്റ്റുകൾ കിട്ടും. പക്ഷെ ഇതിനെ ഓർഗനൈസ്ഡ് ആക്കാൻ ഇച്ചിരി പാടാണ്. അതാണ് നമ്മൾ കൺസെപ്റ്റ് ക്ലാസ്സുകൾ വേറെ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നത്. NCERT ഫൗണ്ടേഷൻ സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും കൺസെപ്റ്റ് ക്ലാസ് ഇതിനെ ഓർഗനൈസ് ചെയ്ത് പഠിക്കുന്നതിന് വേണ്ടിയിട്ടും സെറ്റ് ചെയ്യുന്നത്. കാരണം ഇത് ചെതറിക്കെടുക്കാണ് ഫാക്റ്റുകൾ അല്ലേ. ആദ്യം വരേണ്ടത് സത്യം പറഞ്ഞാൽ എന്താണ്? മഹാജനപദാസിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അപ്പൊ അതിന് മുന്നേ അവർ ജെയിംസ് പ്രിൻസപ്പിനെ പറ്റിയിട്ടും പിയാദാസിനെ പറ്റിയും പറഞ്ഞു. അപ്പോൾ മഹാജനപദാസ് 16 ആദ്യം ഡെവലപ്പ് ചെയ്ത് വന്നത്. ലേറ്റർ വേദിക് പീരീഡിന്റെ അവസാനം. അതിനകത്ത് നിന്ന് ആര് പവർഫുൾ ആയിട്ട് വന്നു? മഗധ പവർഫുൾ ആയിട്ട് വന്നു. ആ മഗധയിലെ ഏറ്റവും ആദ്യത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രാജാക്കന്മാരാണ് ബിംബിസാരയും അജാതശത്രുവും അതുപോലെ തന്നെ മഹാപത്മനന്ദയും. നന്ദ ഡൈനാസ്റ്റിയിലെ അവസാനത്തെ റൂളറായിട്ടുള്ള ധനനന്ദേനെ തോൽപ്പിച്ചുകൊണ്ടാണ് ചന്ദ്രഗുപ്ത മൗര്യൻ മൗര്യ സാമ്രാജ്യം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. മൗര്യ സാമ്രാജ്യം എസ്റ്റാബ്ലിഷ് ചെയ്ത ചന്ദ്രഗുപ്തന്റെ കൊച്ചുമകനാണ് ആര്? അശോകൻ. ഈ അശോകനെയാണ് പിയാദസി എന്ന് വിളിക്കുന്നത്. പക്ഷേ ഈ പിയാദസിയുടെ കഥയാണ് ഇവർ ആദ്യം തന്നെ പറഞ്ഞത്. അതാണ് ഞാൻ പറഞ്ഞ NCERTയിലെ ക്ലാസ് അല്ലെങ്കിൽ എഴുതിയിരിക്കുന്ന കണ്ടന്റിന്റെ സ്ട്രക്ചർ ക്രോണോളജിക്കൽ ഓർഡറിലല്ല. അവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷിഫ്റ്റ് ചെയ്ത് പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിനെ NCERT അങ്ങനെ വായിച്ച് പോകുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാനുള്ള സാധ്യതയുണ്ട്. ഇത്രയും മനസ്സിലാക്കി വെച്ചാൽ മതി. ഇൻഡസ് വാലി സിവിലൈസേഷൻ 1900 BCയിൽ അവസാനിച്ചതിന് ശേഷം 1500 BC മുതൽ 600 BC വരെ ഒരു വേദകാലം ഉണ്ടായിരുന്നു. ആ വേദകാലഘട്ടത്തിന്റെ അവസാനമായപ്പോൾ 16 മഹാജനപദാസ് എന്ന് വിളിക്കുന്ന 16 സ്റ്റേറ്റുകൾ ഫോം ചെയ്തു വന്നു. ഈ തീമിന്റെ ഫസ്റ്റത്തെ പേജിനകത്ത് 600 BC തൊട്ട് 600 CE വരെയാണ് രാജവംശത്തിന്റെ കാലഘട്ടം പറയുന്നത്. അല്ല 1200 വർഷം. അപ്പൊ ആ 600 BCയിൽ എന്ത് സംഭവിച്ചു?
16 മഹാജനപദാസ് ഫോം ചെയ്തു വന്നു. അത് ഏതൊക്കെയാണ് നമ്മൾ കണ്ടു. ഈ 16 മഹാജനപദാസിൽ ആര് പവർഫുൾ ആയിട്ട് വന്നു? മഗധ പവർഫുൾ ആയിട്ട് വന്നു. അതാണ് ഫസ്റ്റ് അമംഗ് ദ 16 എന്ന് പറയുന്നത്. മഗധ പവർഫുൾ ആയിട്ട് വന്നു. അത് വന്നതിന്റെ പിന്നിലെ കാരണങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, അവിടുത്തെ ഉൽപാദനം, കാർഷിക ഉൽപാദനം കൂടി. 2, അയൺ മൈൻസ് ഉണ്ടായിരുന്നു. 3, അവർ ആനകളെ ഉപയോഗിച്ചിരുന്നു ആർമിയിൽ. 4, ഗംഗയെ അവരെന്ത് ചെയ്യുന്നു? ട്രാൻസ്പോർട്ടേഷന് വേണ്ടി അവർ യൂസ് ചെയ്തു. ഇതിന് പുറമെ ആദ്യകാല ബുദ്ധിസ്റ്റ് ജൈനിസ്റ്റ് ടെക്സ്റ്റുകൾ പറയുന്നത് പ്രകാരം നമ്മുടെ ബിംബിസാര, അജാതശത്രു, മഹാപത്മദന്ത തുടങ്ങിയ റൂളേഴ്സിന്റെ പോളിസീസും എന്ത് ചെയ്തു? മഗധ എന്ന് പറയുന്ന മഹാജനപദാസിനെ പവർഫുൾ ആക്കുന്നതിന് ഹെൽപ്പ് ചെയ്തു എന്ന് വേണം കണക്കാക്കാൻ. സോ ഈ 16 മഹാജനപദാസിൽ മഗധ എന്ന് പറയുന്ന മഹാജനപദ എന്ത് ചെയ്തു? പവർഫുൾ ആയിട്ട് വന്നു. എങ്ങനെ? മാട്രിമോണിയൽ അലയൻസുകളിലൂടെയോ അതായത് ഈ പറയുന്ന മറ്റ് മഹാജനപദാസുമായിട്ട് മാട്രിമോണിയൽ കല്യാണ ആലോചനകൾ നടത്തി അവിടുത്തെ രാജകുമാരികളെ കല്യാണം കഴിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെയും അതുപോലെ തന്നെ രാജ്യങ്ങൾ വെട്ടിപ്പിടിച്ചുകൊണ്ടും മഗധ എന്തായിട്ട് വന്നു? പവർഫുൾ ആയിട്ട് വന്നു. മഗധേനെ അത്രയും പവർഫുൾ ആക്കാൻ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള മറ്റ് ഫാക്ടേഴ്സാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ക്യാപിറ്റൽ എന്തായിരുന്നു? രാജഗൃഹമായിരുന്നു. ഓക്കെ ആണല്ലോ. ഇത്രയും ഫാക്റ്റുകൾ ഓർത്തു വെക്കുക. ഇനി രാജഗൃഹ എന്ന് പറയുന്ന ക്യാപിറ്റലിനെ പിന്നീട് പാതലിപുത്ര എന്ന് പറയുന്നത് ബീഹാറിലെ പാറ്റ്നയ്ക്ക് അടുത്തുള്ള സ്ഥലമാണ്. ബീഹാർ അല്ലെങ്കിൽ ഇന്നത്തെ പാറ്റ്ന. പിന്നീട് രാജഗൃഹ എന്ന് പറയുന്ന ക്യാപിറ്റലിനെ, മഗധയുടെ ക്യാപിറ്റലിനെ പാതലിപുത്രയിലേക്ക് മാറ്റുന്നതായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ആ കാര്യം കൂടെ ഓർത്തു വെക്കുക. ഇനി ഏർലി എംപയർ. ഇവിടെയാണ് മൗര്യ സാമ്രാജ്യത്തിന്റെ കഥ വരുന്നത്. അപ്പൊ മഗധ എംപയർ വരുന്നു. മഗധ എംപയറിലെ ഏറ്റവും ആദ്യത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൂളേഴ്സ് ബിംബിസാര, പിന്നെ അജാതശത്രു, പിന്നെ മഹാപത്മനന്ദ. മഹാപത്മനന്ദ എന്ന് പറയുന്ന റൂളറാണ് നന്ദ ഡൈനാസ്റ്റി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. നന്ദ ഡൈനാസ്റ്റിയിലെ അവസാനത്തെ റൂളറായിട്ടുള്ള ധനനന്ദയുടെ സമയത്താണ് അലക്സാണ്ടർ ചക്രവർത്തി എന്ത് ചെയ്യുന്നത്? ഇന്ത്യയിൽ ആക്രമിക്കാനായിട്ടൊക്കെ വരുന്നത്. നമ്മൾ കൺസെപ്റ്റ് ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇവിടെ ജസ്റ്റ് ഓർത്തിരുന്നാൽ മതി. സോ ധനനന്ദയെ തോൽപ്പിച്ചുകൊണ്ടാണ് ആര് വരുന്നത്? ചന്ദ്രഗുപ്ത മൗര്യൻ മൗര്യ സാമ്രാജ്യം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ആരുടെ സഹായത്തോടു കൂടി? വിഷ്ണുഗുപ്തൻ അല്ലെങ്കിൽ കൗടില്യൻ അല്ലെങ്കിൽ ചാണക്യൻ എന്നെല്ലാം വിളിക്കുന്ന വ്യക്തിയുടെ സഹായത്തോടു കൂടി ചന്ദ്രഗുപ്ത മൗര്യൻ എന്ത് ചെയ്യുന്നു? മൗര്യ സാമ്രാജ്യം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. ആ സമയത്തെ മൗര്യ സാമ്രാജ്യത്തെ പറ്റിയിട്ട് നമുക്ക് ലഭ്യമായിട്ടുള്ളത് എന്തൊക്കെ സോഴ്സുകളിൽ നിന്നാണ്? മെഗസ്തനിസ് എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് അംബാസഡറിന്റെ കയ്യിൽ നിന്ന് അദ്ദേഹം എഴുതിയിട്ടുള്ള പുസ്തകത്തിൽ നിന്നും നമുക്ക് മൗര്യ സാമ്രാജ്യത്തെ പറ്റി പഠിക്കാൻ പറ്റും. അർത്ഥശാസ്ത്ര, നമ്മുടെ നേരത്തെ പറഞ്ഞ ചാണക്യൻ അല്ലെങ്കിൽ വിഷ്ണുഗുപ്തൻ അല്ലെങ്കിൽ കൗടില്യൻ എഴുതിയിട്ടുള്ള അർത്ഥശാസ്ത്രത്തിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? ഈ പറയുന്ന പോലെ മൗര്യ സാമ്രാജ്യത്തെ പറ്റി കിട്ടും. ആദ്യകാല ബുദ്ധ, ജൈന, പുരാണിക് ലിറ്ററേച്ചറുകളിൽ നിന്നും മൗര്യ സാമ്രാജ്യത്തെ പറ്റി നമുക്ക് ലഭിക്കും. അശോകന്റെ ശാസനങ്ങളിൽ നിന്നും നമുക്ക് എന്ത് കിട്ടും? ചന്ദ്രഗുപ്ത മൗര്യനെ പറ്റിയിട്ട് അല്ലെങ്കിൽ മൗര്യ സാമ്രാജ്യത്തെ പറ്റിയിട്ടുള്ള അറിവ് കിട്ടും. ഇത്രയാണ് ഈ പേജിനകത്ത് പ്രധാനമായിട്ടും കൊടുത്തിട്ടുള്ളത്. ഓക്കെ ആണല്ലോ. ഇനി അശോകന്റെ ഇൻസ്ക്രിപ്ഷൻസിനെ പറ്റിയിട്ടാണ് ഈ ടേബിളിൽ കൊടുത്തിട്ടുള്ളത്. ഇത്രയും മൗര്യ സാമ്രാജ്യത്തിന്റെ ഫൗണ്ടേഷനെ പറ്റി നിങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചു, അല്ലെങ്കിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായി. ഇനി നമ്മൾ അശോകന്റെ ഇൻസ്ക്രിപ്ഷൻ ഈ ടേബിളിനകത്ത് കൊടുത്തിട്ടുള്ള കാര്യങ്ങളെ എങ്ങനെ പഠിക്കാം നോക്കാം. അശോകന്റെ ഇൻസ്ക്രിപ്ഷൻസ് പ്രധാനമായിട്ടും പ്രാകൃത ഭാഷയിലാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. നോർത്ത് വെസ്റ്റേൺ സൈഡിൽ അരാമിക് ആൻഡ് ഗ്രീക്ക് ഭാഷയിലും അശോകന്റെ ഇൻസ്ക്രിപ്ഷൻസ് കാണാനായിട്ട് സാധിക്കും. ഇനി ഓൾമോസ്റ്റ് എല്ലാ പ്രാകൃത ഭാഷകളും ഉപയോഗിക്കുന്ന സ്ക്രിപ്റ്റ് ഏതാണെന്ന് ചോദിച്ചാൽ ബ്രഹ്മി സ്ക്രിപ്റ്റ് ആണ്. എന്നാൽ ചിലത് ഏത് സ്ക്രിപ്റ്റ് ഉപയോഗിക്കുന്നുണ്ട്? കരോഷ്ടി സ്ക്രിപ്റ്റും ഉപയോഗിക്കുന്നുണ്ട്. അരാമിക് ആൻഡ് ഗ്രീക്ക് ഭാഷകൾ അവരുടേതായിട്ടുള്ള സ്ക്രിപ്റ്റുകൾ, അരാമിക് സ്ക്രിപ്റ്റും ഗ്രീക്ക് സ്ക്രിപ്റ്റും ആണ് യൂസ് ചെയ്യുന്നത്. അതെവിടെയാണെന്നും പറഞ്ഞിട്ടുണ്ട്, അഫ്ഗാനിസ്ഥാനിലാണെന്നും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ആണേ. ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാവും, നമുക്ക് ക്ലാരിറ്റി വരുത്താം. ഇനി അശോകനെ പറ്റി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം, സൗകര്യപ്പെടാം. അശോകനെ പറ്റിയിട്ട് പറയുമ്പോൾ അശോകന്റെ ഭരണകാലഘട്ടമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. 272 അല്ലെങ്കിൽ 268. കൺഫ്യൂഷൻ ഉള്ളത് കൊണ്ടാണ് NCERT-യിൽ അങ്ങനെ സ്ലാഷ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. എക്സാക്റ്റ് അല്ല. ആ ഒരു ടൈം പീരീഡിൽ അദ്ദേഹമാണ് ഏറ്റവും ആദ്യം എന്ത് ചെയ്യുന്നത്? ഇത്തരത്തിലുള്ള മെസ്സേജുകൾ ഇൻസ്ക്രൈബ് ചെയ്ത് വെക്കുന്ന ഏറ്റവും ആദ്യത്തെ റൂളർ. അദ്ദേഹത്തിന്റെ ധർമ്മ എന്ന് പറയുന്ന കൺസെപ്റ്റ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ പ്രൊക്ലെയിം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ശാസ്ത്രങ്ങളെ പ്രധാനമായിട്ടും ഉപയോഗിച്ചിരുന്നത്. അശോകന്റെ സമയത്ത് പ്രധാനമായിട്ടും 5 പൊളിറ്റിക്കൽ സെന്റേഴ്സ് ആണ് മൗര്യ സാമ്രാജ്യത്തിന് ഉണ്ടായിരുന്നത്. ഏതൊക്കെയാന്ന് ചോദിക്കും. തക്ഷശില എന്ന് വിളിക്കുന്ന ഭാഗം, ഉജ്ജയിനി, തോസലി, സുവർണഗിരി, പാതലിപുത്രയിലേക്ക് ഓൾറെഡി ആ സമയമായപ്പോഴേക്കും ക്യാപിറ്റൽ മാറ്റി. നമ്മൾ ഓൾറെഡി കണ്ടതാണ്. മഗധയുടെ ഏറ്റവും ആദ്യത്തെ ക്യാപിറ്റൽ ഏതായിരുന്നു? രാജഗൃഹമായിരുന്നു. അശോകന്റെ സമയമായപ്പോഴേക്കും ക്യാപിറ്റൽ എങ്ങോട്ട് മാറ്റി? പാതലിപുത്ര എന്ന് പറയുന്ന പാറ്റ്നയിലേക്ക് മാറ്റിയതായിട്ടാണ് ഇവിടെ പറയുന്നത്. 5 പൊളിറ്റിക്കൽ സെന്റേഴ്സ് ആണ് ഉണ്ടായിരുന്നത്. തക്ഷശില, ഉജ്ജയിൻ, തോസലി, സുവർണഗിരി, പാതലിപുത്ര. അശോക ചക്രവർത്തിയാണ് ഏറ്റവും ആദ്യത്തെ റൂളർ ഇൻസ്ക്രൈബ് ചെയ്തിട്ടുള്ള ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മെസ്സേജുകൾ ഇൻസ്ക്രൈബ് ചെയ്തിട്ടുള്ള ഏറ്റവും ആദ്യത്തെ റൂളർ അശോക ചക്രവർത്തിയാണ്. അദ്ദേഹത്തിന്റെ കാലഘട്ടം എഴുതിയിട്ടുണ്ട്. അദ്ദേഹം എന്തിനാണ് ശാസനങ്ങൾ ഇറക്കിയിട്ടുള്ളത്? ധർമ്മത്തിന് വേണ്ടിയിട്ടാണ്. അദ്ദേഹത്തിന്റെ ധർമ്മം എന്താണെന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നോക്കി നിങ്ങൾക്ക് കാണാൻ പറ്റും. അദ്ദേഹത്തിന്റെ ധർമ്മ എന്ന് പറയുന്നത് എൽഡേഴ്സിനെ റെസ്പെക്ട് ചെയ്യുക, അവരോട് നല്ല രീതിയിൽ പെരുമാറുക, ബ്രാഹ്മിൺസിനോട് നല്ല രീതിയിൽ പെരുമാറുക,
അതുപോലെ തന്നെ വേൾഡിലി ലൈഫ് വേണ്ട എന്ന് വിചാരിച്ചിട്ടുള്ള ആളുകളെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യുക, അടിമകളെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യുക, സെർവൻസിനെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യുക, എല്ലാ മതങ്ങളെയും ഒരുപോലെ റെസ്പെക്ട് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളെയാണ് എവിടെ കൊടുത്തിരിക്കുന്നത്? അശോകൻ ധർമ്മ എന്നുള്ള രീതിയിൽ പറഞ്ഞിരിക്കുന്നത്. ഈ ധർമ്മ പ്രൊക്ലെയിം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അശോകൻ എന്ത് ഇറക്കിയിരിക്കുന്നത്? ശാസനങ്ങൾ അച്ചടിച്ച് ഇറക്കിയിട്ടുള്ളത്, അല്ലെങ്കിൽ കൊത്തി വെച്ച് ഇറക്കിയിട്ടുള്ളത് എന്നുള്ള കാര്യം കൂടെ ഓർത്ത് വെക്കുക. ഓക്കെ, ഇതാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തരാമെന്ന് പറഞ്ഞ കാര്യം. ഈ കാണിച്ചിരിക്കുന്ന ഡിസ്ട്രിബ്യൂഷൻ ഓഫ് അശോകൻ ഇൻസ്ക്രിപ്ഷൻസ് ആണ്. അതിലെ അഫ്ഗാനിസ്ഥാൻ അല്ലെങ്കിൽ ഈ ഏരിയയിൽ കാണുന്ന സ്ഥലങ്ങളിലാണ് നമുക്ക് എന്ത് കാണാൻ പറ്റുന്നത്? കരോഷ്ടി സ്ക്രിപ്റ്റ് കാണാൻ പറ്റുന്നത്, കരോഷ്ടി സ്ക്രിപ്റ്റ് കാണാൻ സാധിക്കുന്നത്. കരോഷ്ടി സ്ക്രിപ്റ്റിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് എഴുതി തുടങ്ങുന്ന സ്ക്രിപ്റ്റാണ് കരോഷ്ടി സ്ക്രിപ്റ്റ്. നമ്മൾ ഈ കാണുന്ന ബാക്കി ഇൻസ്ക്രിപ്ഷൻസ് എല്ലാം തന്നെ നമുക്ക് എന്ത് ഇതാണ് കാണാൻ പറ്റുന്നത്? ബ്രഹ്മി സ്ക്രിപ്റ്റ് ആണ് കാണാൻ പറ്റുന്നത്. ബ്രഹ്മി നമ്മൾ സാധാരണ എഴുതുന്ന പോലത്തെ സ്ക്രിപ്റ്റ് ആണ്. പക്ഷേ ഈ ബ്രഹ്മി സ്ക്രിപ്റ്റിൽ എഴുതിയിട്ടുള്ള വ്യത്യസ്ത ഭാഷകൾ മനസ്സിലാവുന്നുണ്ടോ? പ്രാകൃത ഭാഷകളാണ് അതെല്ലാം. ഇപ്പൊ ഈസ്റ്റേൺ അല്ലെങ്കിൽ ഈ ബംഗാൾ സൈഡിൽ സംസാരിക്കുന്ന ഭാഷയായിരിക്കില്ല ഇവിടെ സംസാരിക്കുന്നുണ്ടാവുക, സെൻട്രൽ ഇന്ത്യയിൽ സംസാരിക്കുന്നുണ്ടാവുക, അതായിരിക്കില്ല സൗത്ത് ഇന്ത്യയിൽ സംസാരിക്കുന്നുണ്ടാവുക, അതായിരിക്കില്ല രാജസ്ഥാനിൽ സംസാരിക്കുന്നുണ്ടാവുക. സോ ഇവിടുത്തെ വെർണാക്കുലർ ലാംഗ്വേജ് ആയിട്ടുള്ള പ്രാകൃത ഭാഷ അതെന്തോ ആയിക്കോട്ടെ, ആ ഭാഷയെ ബ്രഹ്മി സ്ക്രിപ്റ്റിൽ അവിടുത്തെ ശാസനങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. സൗത്ത് ഇന്ത്യയിലെ സംസാരിക്കുന്ന വാമൊഴിയായിട്ട് സംസാരിക്കുന്ന ഭാഷ എന്താണോ ആ ഭാഷയെ ബ്രഹ്മി സ്ക്രിപ്റ്റിൽ ഇവിടെ കൊത്തിവെച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. സെൻട്രൽ ഇന്ത്യയിലും അങ്ങനെ തന്നെ, ഈസ്റ്റ് ഇന്ത്യയിലും അങ്ങനെ തന്നെ. അതാണ് ബ്രഹ്മി സ്ക്രിപ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് പ്രാകൃത ഭാഷകളിൽ ഇൻസ്ക്രിപ്ഷൻസ് എഴുതി എന്ന് പറയുന്നത്. കരോഷ്ടി സ്ക്രിപ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് എവിടെ വെച്ചു? അഫ്ഗാനിസ്ഥാനിൽ വെച്ചു. ഗ്രീക്കും അരാമിക് സ്ക്രിപ്റ്റുകളും കാണുന്നത് എവിടെയാണോ ആ സ്ക്രിപ്റ്റുകൾ ആ ഭാഷകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് എന്നുള്ള കാര്യം കൂടെ അവിടെ മനസ്സിലാക്കി വെക്കുക. സോ ഇതാണ് അശോകന്റെ ഇൻസ്ക്രിപ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി ഇത് അവിടെ കൊടുത്തിട്ടുണ്ട് മേജർ ആയിട്ടുള്ള റോക്ക് എഡിറ്റ്സ്, പില്ലർ എഡിറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താണ് നോക്കാൻ പോകുന്നത്? ഇനി പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ്. തക്ഷശീലയുടെ കാര്യം, ഉജ്ജയിനിയുടെ കാര്യമൊക്കെ പറയുന്നുണ്ട്, പ്രധാനമായിട്ടും സുവർണഗിരിയുടെ കാര്യം പറയുന്നുണ്ട്. ഇനി മെഗസ്തീനിസിന്റെ കാര്യം ഇവിടെ പറയുന്നുണ്ട്. മെഗസ്തീനിസിന്റെ ബുക്കിൽ നിന്ന് നമുക്ക് മൗര്യ സാമ്രാജ്യത്തെ പറ്റിയിട്ട് അറിവ് ലഭിക്കുന്നു എന്നുള്ള കാര്യം ഇവിടെ പറയുന്നുണ്ട്. പിന്നീട് അശോകന്റെ ധമ്മയെ പറ്റി ഇവിടെ പറയുന്നുണ്ട്. ഇനി ധർമ്മയ്ക്ക് വേണ്ടിയിട്ട് അവർ എന്ത് ചെയ്തിട്ടുണ്ട്? സ്പെഷ്യൽ ഓഫീസേഴ്സിനെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. അതാണ് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇനി പഠിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിനെ വിളിക്കുന്ന പേരാണ് ധമ്മ മഹാമാത. ധർമ്മ മഹാമാത്രാസ് എന്നും വിളിക്കുന്നുണ്ട് പല ബുക്കുകളിൽ. പ്രാകൃത ഭാഷയിലായതുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ സ്പെഷ്യൽ ഓഫീസേഴ്സിന് അദ്ദേഹം അപ്പോയിന്റ് ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ട്? ടു സ്പ്രെഡ് ദ മെസ്സേജ് ഓഫ് ധർമ്മ, ധർമ്മയുടെ മെസ്സേജ് സ്പ്രെഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അതായത് മുതിർന്നവരെ ബഹുമാനിക്കണം തുടങ്ങിയ ആശയങ്ങളെ സ്പ്രെഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം സ്പെഷ്യൽ ആയിട്ടുള്ള ഓഫീസേഴ്സിനെ അപ്പോയിന്റ് ചെയ്തു. ആരാണ് ഈ അദ്ദേഹം? അശോകൻ. ആ ഓഫീസേഴ്സിനെ വിളിക്കുന്ന പേരാണ് ധർമ്മ മഹാമാത എന്ന് പറയുന്നത്. നാഷണലിസ്റ്റ് ലീഡേഴ്സ് ഇൻ ദ 20th century റിഗാർഡഡ് ഹിം ആസ് ദ ഇൻസ്പയറിംഗ് ഫിഗർ. 20ാം നൂറ്റാണ്ടിൽ കൊളോണിയൽ ശക്തിയായിട്ടുള്ള ബ്രിട്ടന്റെ കീഴിലുണ്ടായിരുന്ന ദേശസ്നേഹികളായിട്ടുള്ള ഇന്ത്യക്കാർ അശോക ചക്രവർത്തിയെ വലിയൊരു ഇൻസ്പയറിംഗ് ഫിഗർ ആയിട്ട് കണ്ടു. എന്തുകൊണ്ടാണ്? ബ്രിട്ടീഷുകാരിലെ അത്രയും പവർഫുൾ ആയിട്ടുള്ള രാജാക്കന്മാർ, ലോകം മുഴുവൻ ഭരിക്കുന്ന രീതിയിൽ സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്തിൽ തലപ്പത്തിരിക്കുന്ന രാജാക്കന്മാരാണ് അന്നുണ്ടായിരുന്നത് നമുക്ക് മുകളിൽ. സോ അവരോട് കിടപിടിക്കുന്ന രീതിയിൽ അങ്ങേയറ്റം പവർഫുൾ ആയിട്ടുള്ള, അങ്ങേയറ്റം ദാനശീലനായിട്ടുള്ള, കുലീനനായിട്ടുള്ള, അതേസമയം പവർഫുൾ ആയിട്ടുള്ള, ശക്തനായിട്ടുള്ള, വലിയൊരു സാമ്രാജ്യത്തിന്റെ അധിപനായിട്ടുള്ള അശോക ചക്രവർത്തിയെ അവരെന്ത് ചെയ്തു? ഒരു ഇൻസ്പയറിംഗ് ഫിഗർ ആയിട്ട് മുന്നിൽ കണ്ടു. നാഷണലിസ്റ്റ് മൂവ്മെന്റുകൾക്ക് ആവേശം ഉൾക്കൊള്ളാനായിട്ട് അശോക ചക്രവർത്തി എന്ന് പറയുന്ന ചക്രവർത്തി അദ്ദേഹം മരണമടഞ്ഞിട്ടും 2000ഓളം വർഷങ്ങൾക്ക് ശേഷവും എന്ത് ചെയ്തു? നാഷണലിസ്റ്റ് ലീഡേഴ്സിനെ ഇൻസ്പയർ ചെയ്തുകൊണ്ടിരുന്നു എന്നുള്ളതാണ് NCERT ഇവിടെ പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇനി മൗര്യ സാമ്രാജ്യം ഏകദേശം 150 വർഷത്തോളമാണ് നീണ്ടു കിടന്നിരുന്നത്. അതിൽ പ്രധാനപ്പെട്ട റൂളർ ആയിരുന്നു ആര്? ചന്ദ്രഗുപ്ത മൗര്യ. അദ്ദേഹമാണ് അത് ഫൗണ്ട് ചെയ്തത്. അതിനുശേഷം വരെ നമ്മൾ ആരെ പറ്റി പഠിച്ചു? അശോകനെ പറ്റി പഠിച്ചു. 150 വർഷത്തോളമാണ് മൗര്യ സാമ്രാജ്യം ഉണ്ടായിരുന്നത്. അതിനുശേഷം വന്നിട്ടുള്ള പ്രധാനപ്പെട്ട രാജവംശങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ചോള, ചേര ആൻഡ് പാണ്ഡ്യ എന്ന് പറയുന്ന 3 രാജവംശങ്ങൾ. എവിടെ? സൗത്ത് ഇന്ത്യയിൽ. അതിനുശേഷം എന്ന് പറയാൻ പറ്റില്ല, മേ ബി അശോക ചക്രവർത്തി ഉണ്ടായിരുന്ന സമയത്തും ചേര, ചോള, പാണ്ഡ്യന്മാരുണ്ടായിരുന്നു എന്ന് വേണം നമുക്ക് കണക്കാക്കാനായിട്ട്. കാരണം അശോകന്റെ കർണാടകയിലുള്ള ഒരു ഇൻസ്ക്രിപ്ഷനകത്ത് ചേരപുത്ര എന്ന് കൊടുത്തിരിക്കുന്നത് ചേരാസിനെ പറ്റിയിട്ടാണ് എന്നുള്ള ഒരു കാര്യം കൂടെ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. സോ ചേര, ചോള, പാണ്ഡ്യ ഈ 3 രാജവംശങ്ങളാണ് ആ കാലഘട്ടത്തിലെ തമിഴകം എന്ന് വിളിക്കുന്നത്. തമിഴകം എന്ന് നമ്മൾ എന്ന് പറയുന്ന ഭാഗം ഭരിച്ചിരുന്ന 3 രാജവംശങ്ങൾ എന്നുള്ള കാര്യം കൂടെ ഇവിടെ ഓർത്ത് വെക്കുക. ഓക്കെ ആണല്ലോ. ഇനി ശതവാഹനാസ് എന്ന് പറയുന്ന ഒരു കൂട്ടർ എന്ത് ചെയ്യുന്നു? വെസ്റ്റേൺ ഇന്ത്യ അല്ലെങ്കിൽ സെൻട്രൽ ഇന്ത്യ ഭരിച്ചിരുന്നു. ഏകദേശം 400ഓളം വർഷം അല്ലെങ്കിൽ 400-450ഓളം വർഷം
സെൻട്രൽ ഇന്ത്യ വെസ്റ്റേൺ ഇന്ത്യ ഭരിച്ചിരുന്ന രാജവംശമായിരുന്നു ഇത് ശതവാഹനാസ് എന്ന് പറയുന്നത്. ഷാഗാസ് എന്ന് പറയുന്ന വിഭാഗക്കാർ എന്ത് ചെയ്തു? നോർത്ത് വെസ്റ്റേൺ ആൻഡ് വെസ്റ്റേൺ പാർട്സ് ഭരിച്ചിരുന്ന രാജവംശമാണ് ഷാഗാസ് എന്ന് പറയുന്നത്. ആ കാര്യം കൂടെ ഇവിടെ ഓർത്ത് വെക്കുക. സോ ഇങ്ങനെ ഒരു അപ്രോക്സിമേറ്റ് ആയിട്ട് ഇവിടെ ഒരു മാപ്പ് വരയ്ക്കാൻ ശ്രമിക്കുകയാണ്. ഇന്ത്യയുടെ മാപ്പ് ഇത് ഹിമാലയൻ പർവ്വതത്തിന് ശേഷം ഇങ്ങോട്ടുള്ള ഒരു ഭാഗം. ഇത് നമ്മുടെ ഗുജറാത്ത് ഏരിയ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഏരിയ കേന്ദ്രീകരിച്ച് ഭരിച്ചിരുന്ന ഒരു രാജവംശമാണ് ആര്? ശതവാഹനാസ്. ഓക്കെ, ഈ ഒരു ഏരിയ കേന്ദ്രീകരിച്ച് ഭരിച്ചിരുന്ന ആളുകളാണ് നമ്മൾ ആരെന്ന് വിളിച്ചിരിക്കുന്നത്? ഇവര് ഷാഗാസ് എന്ന് വിളിക്കുന്നത്. ഇനി താഴെ കാണുന്ന ഈ ഒരു ഏരിയ ഭരിച്ചിരുന്ന 3 പ്രധാനപ്പെട്ട രാജ്യങ്ങളാണ് ആരൊക്കെ? ചോളന്മാർ, പാണ്ഡ്യന്മാർ, പിന്നെ ആരാണ്? ചേരന്മാർ. അശോക ചക്രവർത്തിക്ക് ശേഷം ഇന്ത്യയിൽ പ്രധാനപ്പെട്ട രാജവംശങ്ങൾ ഏതൊക്കെയായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ വെസ്റ്റേൺ പാർട്ടിൽ ഇത് അവിടെ എഴുതിയിരിക്കുന്ന പോലെ നോർത്ത് വെസ്റ്റേൺ ആൻഡ് വെസ്റ്റേൺ പാർട്ടിൽ ആരുണ്ടായിരുന്നു? ഷാഗാസ് ഉണ്ടായിരുന്നു. വെസ്റ്റേൺ ആൻഡ് സെൻട്രൽ ഇന്ത്യയിൽ ആരുണ്ടായിരുന്നു? ശതവാഹനാസ് ഉണ്ടായിരുന്നു. ഇവർ ഏകദേശം എത്ര വർഷത്തോളം ഭരിച്ചു എന്ന് പറയുന്നത്? 400-450 വർഷത്തോളം ഈ ഒരു ഏരിയ ഭരിച്ചിരുന്ന ആളുകളാണ്. സൗത്ത് ഇന്ത്യയിൽ ആരുണ്ടായിരുന്നു? ചേരന്മാരുണ്ടായിരുന്നു, പാണ്ഡ്യന്മാരുണ്ടായിരുന്നു, ചോളന്മാരുണ്ടായിരുന്നു. ഇത്രയും കാര്യം കൂടെ ഇവിടെ ഓർത്ത് വെക്കുക. ഇനി സിലപ്പതികാരം എന്ന് പറയുന്ന പുസ്തകം അത് എഴുതിയതാരാണ്? ഇവിടെ കടുത്തുണ്ട് ചിലപ്പതികാരം അല്ലെങ്കിൽ സിലപ്പതികാരം എന്ന് കാണുന്ന പുസ്തകം. അത് എഴുതിയതാരാണ്? ഇളങ്കോ അടികളാണ്. ഓർത്ത് വെക്കുക. ഇനി കുശനാസ് എന്ന് പറയുന്ന ഒരു രാജവംശത്തെ പറ്റി പറയുന്നുണ്ട്. സെൻട്രൽ ഏഷ്യ തൊട്ട് നോർത്ത് വെസ്റ്റേൺ ഇന്ത്യ വരെ ഉണ്ടായിരുന്ന ആളുകളാണ്. അവരെന്ത് ചെയ്തിരുന്നു? അവരുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ അല്ലെങ്കിൽ രാജാക്കന്മാരുടെ റൂളേഴ്സിന്റെ എല്ലാം സ്റ്റാച്യൂസ് പണിതിട്ടുണ്ട്. അതിൽ ഏറ്റവും നല്ല എക്സാമ്പിൾ ഒന്ന് എവിടെ കാണുന്നതാണ്? മധുരയിൽ കാണുന്നതാണ് എന്നവർ പറയുന്നുണ്ട്. ആൻഡ് അവര് യൂസ് ചെയ്തിരുന്ന ടൈറ്റിലാണ് ദേവപുത്ര. ദേവപുത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൺ ഓഫ് ഗോഡ് എന്നർത്ഥമാക്കുന്നു. സോ സൺ ഓഫ് ഗോഡ് എന്ന് പറയുന്ന ടൈറ്റിൽ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ ദേവപുത്ര എന്ന് സ്വയം വിശേഷിപ്പിച്ചുകൊണ്ട് ഭരിച്ചിരുന്ന രാജവംശം ഏതാണെന്ന് ചോദ്യം വരും. ഏതാണ്? കുശനാസ് ആണ്. സിലപ്പതികാരം എന്ന് പറയുന്ന പുസ്തകം എഴുതിയത് ആരാണെന്ന് ചോദ്യം വരും. ആരാണ്? ഇളങ്കോ അടികളാണ്. അത്രയും കാര്യങ്ങളാണ് ഈ പുസ്തകത്തിനകത്ത് അല്ലെങ്കിൽ ഈ ഒരു പേജിനകത്ത് കൊടുത്തിട്ടുള്ളത്. ഓർത്തിരിക്കുക. ഓക്കെ, ഇനി ഗുപ്ത സാമ്രാജ്യത്തെ പറ്റിയിട്ടാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. സോ ഗുപ്ത സാമ്രാജ്യം എന്ത് ചെയ്യുന്നു? ദ റീകൺസ്ട്രക്റ്റഡ് ഫ്രം ദ ലിറ്ററേച്ചർ, കോയിൻസ് ആൻഡ് ഇൻസ്ക്രിപ്ഷൻസ് ഇൻക്ലൂഡിങ് പ്രശസ്തീസ്. അപ്പൊ അത്രയും സ്ഥലത്തു നിന്നാണ് എന്ത് ചെയ്യുന്നത്? ഗുപ്ത സാമ്രാജ്യത്തെ പറ്റിയിട്ടുള്ള അറിവ് നമുക്ക് ലഭിക്കുന്നത്. എന്തൊക്കെയാണ്? 1 ലിറ്ററേച്ചർ, 2 നാണയങ്ങൾ, 3 ഇൻസ്ക്രിപ്ഷൻസ്, 4 പ്രശസ്തി അഥവാ പ്രൈസ് ഓഫ് കിങ്സ്, രാജാക്കന്മാരെ പുകഴ്ത്തിക്കൊണ്ട് എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങൾ. ഈ 4 കാര്യങ്ങളിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? ഗുപ്ത സാമ്രാജ്യത്തെ പറ്റിയിട്ടുള്ള അറിവ് അല്ലെങ്കിൽ ചരിത്രം നമുക്ക് എന്ത് ചെയ്യാം? റീകൺസ്ട്രക്ട് ചെയ്തെടുക്കാൻ പറ്റും. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രശസ്തിയാണ് എന്ത്? പ്രയാഗ് പ്രശസ്തി എന്ന് പറയുന്നത്. അത് ആരുടെയാണ്? അലഹാബാദ് ഇൻസ്ക്രിപ്ഷൻ എന്നൂടെ അതിനെ വിളിക്കും. ആരാണ് കമ്പോസ് ചെയ്തത്? ഹരിസേന എന്ന് പറയുന്ന ഒരു പോയിറ്റാണ് അത് കമ്പോസ് ചെയ്തത്. ആരാണ്? ഏത് രാജാവിനെ പറ്റിയിട്ടുള്ളതാണ്? സമുദ്രഗുപ്ത എന്ന് പറയുന്ന റൂളറെ പറ്റിയിട്ടുള്ളതാണ്. അത്രയും കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എഴുതി വെക്കുക, നോട്ട് ചെയ്ത് പഠിക്കുക. ഗുപ്ത സാമ്രാജ്യത്തെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ റീകൺസ്ട്രക്ട് ചെയ്തെടുക്കുന്നത് എന്തിലൂടെയൊക്കെയാണ്? ലിറ്ററേച്ചറിലൂടെ, കോയിൻസിലൂടെ, ഇൻസ്ക്രിപ്ഷൻസിലൂടെ, പ്രശസ്തിയിലൂടെ. പ്രശസ്തി എന്ന് പറയുന്നത് പ്രൈസ് ഓഫ് കിങ്സ്, രാജാക്കന്മാരെ പുകഴ്ത്തിക്കൊണ്ടുള്ള കാര്യങ്ങളാണ്. പ്രയാഗ് പ്രശസ്തി എന്ന് പറയുന്നത് അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻസ്ക്രിപ്ഷൻ ആണ്. അതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് അലഹാബാദ് ഇൻസ്ക്രിപ്ഷൻ. ആരാണ് അത് എഴുതിയത്? ഹരിസേനയാണ് അത് എഴുതിയത്. ഏത് ഭാഷയിലാണ് എഴുതിയത്? സംസ്കൃതത്തിലാണ് എഴുതിയത്. ആരെ പറ്റിയിട്ടുള്ളതാണ്? സമുദ്രഗുപ്തയെ പറ്റിയിട്ടുള്ളതാണ് എന്നുള്ള കാര്യം കൂടെ ഓർത്ത് വെക്കുക. ഇനി ഇതവിടെ എഴുതിയിട്ടുണ്ട്. പ്രയാഗ് പ്രശസ്തിനെ പറ്റിയിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട്. സമുദ്രഗുപ്തയെ പറ്റിയിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. സോ നമ്മൾ ആദ്യത്തെ പ്രധാനപ്പെട്ട ഈ 4 ഭാഗങ്ങൾ, ദ ഏർലിയസ്റ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്ന ഭാഗം, പ്രിൻസപ്പ് ആൻഡ് പിയാദസി എന്ന് പറയുന്ന ഭാഗം, ഏർലി എംപയർ, ന്യൂ നോഷൻസ് ഓഫ് കിങ്ഷിപ്പ്, ഇത്രയും ഭാഗങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ആ പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ. നമ്മൾ എന്തൊക്കെ കണ്ട? ആദ്യം ജെയിംസ് പ്രിൻസപ്പ് ബ്രഹ്മി സ്ക്രിപ്റ്റും കരോഷ്ടി സ്ക്രിപ്റ്റും ഡിസൈഫർ ചെയ്തൊന്ന് കണ്ടു. പിയാദസി എന്ന് പറയുന്നത് പ്ലസന്റ് ടു ബിഹോൾഡ് എന്നാണ് അതിന്റെ അർത്ഥം. അത് ആരെ പറ്റിയിട്ട് പറഞ്ഞാണ്? അശോകനെ പറ്റി പറഞ്ഞിട്ടുള്ളതാണ്. ഇൻസ്ക്രിപ്ഷൻസ് എന്താണെന്ന് പഠിച്ചു. പാലിയോഗ്രാഫി എന്താണെന്ന് പഠിച്ചു. ആദ്യകാല ഇൻസ്ക്രിപ്ഷൻസ് പ്രാകൃത ഭാഷയിലാണെന്ന് പഠിച്ചു. മഹാജനപദാസിന്റെ എണ്ണം 16 ഉണ്ടെന്ന് പഠിച്ചു. അതിൽ ചിലത് രാജാക്കന്മാരും ചിലത് ഒളിഗാർക്കീസുമാണ് ഭരിച്ചിരുന്നതെന്ന് പഠിച്ചു. ഒളിഗാർക്കി എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് മെൻ ആണ് അതിന്റെ അധികാരം കൈയാളിയിരുന്നതെന്ന് പഠിച്ചു. ബുദ്ധനും മഹാവീരയും ഒളിഗാർക്കികളിൽ അല്ലെങ്കിൽ ഗണാസിലാണ് ജനിച്ചത് എന്ന് നമ്മൾ കണ്ടു. ഇനി നമ്മൾ എന്താ കണ്ടേ? ഏതൊക്കെയാണ് 16 മഹാജനപദാസ് എന്നുള്ളത് നമ്മൾ കണ്ടു. അതിനുശേഷം നമ്മൾ എന്ത് കണ്ടു? ബ്രാഹ്മണാസ് രാജാക്കന്മാർക്ക് ഭരിക്കാൻ വേണ്ടി കമ്പോസ് ചെയ്തിട്ടുള്ള ബുക്കുകൾ ധർമ്മസൂത്ര എന്ന് വിളിക്കുന്നു എന്നുള്ളത് കണ്ടു. ഇനി മഗധ എന്തുകൊണ്ട് പവർഫുൾ ആയിട്ട് വന്നു എന്നുള്ളത് നമ്മൾ പഠിച്ചു. അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ, അയൺ മൈൻസ്, എലിഫൻസ്, ഗംഗ ഫോർ ട്രാൻസ്പോർട്ടേഷൻ
ആൻഡ് ബുദ്ധ ജൈന എഴുത്തുകളിൽ ആദ്യകാലത്തെ ഈ മഗധയുടെ വളർച്ചയ്ക്ക് കാരണക്കാരായിട്ട് പറയുന്ന രാജാക്കന്മാർ ആരൊക്കെയാണ്? ബിംബിസാര, അജാതശത്രുഘ്നൻ, മഹാപത്മ, നന്ദ. ആദ്യകാലത്ത് മഗധയുടെ ക്യാപിറ്റൽ ഏതായിരുന്നു? രാജഗൃഹമായിരുന്നു. പിന്നീട് ക്യാപിറ്റൽ എങ്ങോട്ട് മാറ്റി? പാതലിപുത്രയിലേക്ക് മാറ്റി. അതിനുശേഷം നമ്മൾ എന്താ പഠിച്ചത്? മൗര്യ സാമ്രാജ്യത്തെ പറ്റി പഠിച്ചു. ചന്ദ്രഗുപ്ത മൗര്യനാണ് മൗര്യ സാമ്രാജ്യം എസ്റ്റാബ്ലിഷ് ചെയ്തതെന്ന് പഠിച്ചു. സോഴ്സുകൾ എന്തൊക്കെയാണ്? മെഗസ്തനീസ് സോഴ്സ്. മെഗസ്തനീസ് എന്ന് പറഞ്ഞാൽ ഗ്രീക്ക് അംബാസഡർ എഴുതിയിട്ടുള്ള പുസ്തകം സോഴ്സാണ്. ചാണക്യന്റെ അർത്ഥശാസ്ത്രം സോഴ്സാണ്. ബുദ്ധ ജൈന പുരാണിക് ലിറ്ററേച്ചേഴ്സ് സോഴ്സാണ്. അശോകന്റെ ശാസനങ്ങൾ സോഴ്സാണ്. അശോകൻ വന്ന് ഭരിച്ചിട്ടുള്ള സമയം അദ്ദേഹമാണ് ഏറ്റവും ആദ്യം മെസ്സേജുകൾ ഇൻസ്ക്രൈബ് ചെയ്തിട്ടുള്ള റൂളർ നമ്മൾ പഠിച്ചു. അദ്ദേഹം എന്തിനു വേണ്ടിയിട്ടാണ് ഇൻസ്ക്രിപ്ഷൻസ് യൂസ് ചെയ്തിരുന്നത്? ധർമ്മ പ്രൊക്ലൈം ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അതിനുവേണ്ടി അദ്ദേഹം ഏർപ്പാടാക്കിയുള്ള സ്പെഷ്യൽ ഓഫീസേഴ്സാണ് ആര്? ധർമ്മ മഹാമാതാസ് എന്നുള്ളത് പഠിച്ചു. 5 മേജർ പൊളിറ്റിക്കൽ സെന്റേഴ്സ് ആണ് മൗര്യ സാമ്രാജ്യത്തിൽ ഉണ്ടായിരുന്നത്. ഏതൊക്കെയാണ്? തക്ഷില, ഉജ്ജയിനി, തോസലി, സുവർണഗിരിയൻ, പാതലിപുത്ര എന്നിങ്ങനെ 5 എണ്ണമാണ് ഉണ്ടായിരുന്നത്. ഇത്രയും കാര്യങ്ങളോട് പഠിച്ചു. അതിനുശേഷം വന്നിട്ടുള്ള രാജവംശങ്ങൾ ശതവാഹനാസ് റൂൾഡ് ഓവർ വെസ്റ്റേൺ ആൻഡ് സെൻട്രൽ ഇന്ത്യ. ശാഖാസ് നോർത്ത് വെസ്റ്റേൺ ആൻഡ് വെസ്റ്റേൺ പാർട്സ്. സിലപ്പതികാരം എഴുതിയ ആളുടെ പേര് ഇളങ്കോടികൾ. കുഷനാസ് സെൻട്രൽ ഏഷ്യയിലും നോർത്ത് വെസ്റ്റേൺ ഇന്ത്യയിലും ഭരിച്ചിരുന്ന ആളുകളാണ്. അവരുടെ സ്റ്റാച്യൂസ് എവിടെയുണ്ട്? മധുരയിലുണ്ട്, UP-യിൽ. അവർ സ്വീകരിച്ചിരുന്ന പട്ടം എന്താണ്? ദേവപുത്ര. ഗുപ്താസ് എവിടെ നിന്നൊക്കെയാണ് നമ്മൾ അവരെ പറ്റി പഠിക്കുന്നത്? ലിറ്ററേച്ചറിലൂടെ, കോയിൻസിലൂടെ, ഇൻസ്ക്രിപ്ഷൻസിലൂടെ, പ്രശസ്തിയിലൂടെ. പ്രശസ്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്തുതിഗീതങ്ങളാണ്. ആരെ പുകഴ്ത്തിക്കൊണ്ടുള്ള? രാജാക്കന്മാരെ പുകഴ്ത്തിക്കൊണ്ടുള്ള. പ്രയാഗ് പ്രശസ്തി എന്ന് പറയുന്നതിനെ അലഹാബാദ് ഇൻസ്ക്രിപ്ഷൻസ് എന്ന് വിളിക്കുന്നുണ്ട്. അത് സംസ്കൃതത്തിൽ എഴുതിയതാണ്. ആർക്ക് വേണ്ടി? സമുദ്രഗുപ്തയ്ക്ക് വേണ്ടി. ആരെഴുതി? ഹരിസേന എന്ന് പറയുന്ന കവി എഴുതിയതാണ് എന്നുള്ള കാര്യം കൂടെ ഓർത്തു വെക്കുക. ഇത്രയും കാര്യമാണ് നമ്മൾ ഇതുവരെ പ്രധാനമായിട്ടും പഠിച്ചത്. ഇനി ഈ പറഞ്ഞ കാര്യങ്ങൾ അത്രയും ഓർത്തു വെക്കുക. അതിനുശേഷമുള്ള ഭാഗത്തിലേക്ക് നമുക്ക് കടക്കാം. ഇതിനകത്ത് പറയുന്നത് എന്താണ്? ചേഞ്ചിങ് കൺട്രി സൈഡ്. ചേഞ്ചിങ് കൺട്രി സൈഡ് ഈ പേജിനകത്ത് പ്രധാനമായിട്ടും നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യം ഒരു സുദർശന ലേക്കിനെ പറ്റി പറയുന്നുണ്ട്. ഈ സുദർശന ലേക്ക് ഫൗണ്ട് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള റൂളർ എന്ന് പറയുന്നത് ചന്ദ്രഗുപ്ത മൗര്യയാണ്. ക്വസ്റ്റൻ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. NCERT ഡയറക്റ്റ് വരികൾ എടുത്ത് ചോദിക്കാം. സോ ചന്ദ്രഗുപ്ത മൗര്യയാണ് സുദർശന ലേക്ക് എന്ത് ചെയ്തിട്ടുള്ളത്? കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്. പിന്നീട് രുദ്രമ്മൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ശാഖ റൂളർ, നമ്മൾ നേരത്തെ കണ്ട ഡൈനാസ്റ്റിയാണ് ശാഖ ഡൈനാസ്റ്റി. ഇപ്പൊ ശാഖ റൂളർ എന്ത് ചെയ്തിട്ടുണ്ട്? ഇതിനെ ഒന്നുകൂടെ മോഡിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിവിടെ ഓർത്ത് വെക്കാം. 2 ജാതക കഥകളെ പറ്റി പറയുന്നുണ്ട്. ജാതക കഥകൾ എന്താ നമുക്ക് തരുന്നത്? ഇറ്റ് ഗേവ് അക്കൗണ്ട്സ് ഓഫ് ഓർഡിനറി പീപ്പിൾ ആൻഡ് മോസ്റ്റ്ലി റിട്ടൺ ഇൻ പാലി ഭാഷയിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ജാതക കഥകൾ എഴുതിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്ന ഇൻസ്ക്രിപ്ഷൻസ് ആയിക്കോട്ടെ, നാണയങ്ങൾ, കോയിൻസ് ആയിക്കോട്ടെ, മെറ്റീരിയൽ റിമൈൻസ് ആയിക്കോട്ടെ, ഇതിനകത്തൊന്നും സാധാരണക്കാരുടെ യാതൊരു വിധത്തിലുള്ള അറിവുകൾ നമുക്ക് ലഭിക്കുന്നില്ല. അവരുടെ യാതൊരു വിധത്തിലുള്ള അക്കൗണ്ട്സ് നമുക്ക് കിട്ടുന്നില്ല. അപ്പോൾ ജാതക കഥകൾ കുറച്ചെങ്കിലും അവിടുത്തെ സാധാരണക്കാരുടെ ജീവിത രീതികളെ പറ്റിയിട്ട് അല്ലെങ്കിൽ സാധാരണക്കാരെ പറ്റിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? നമുക്ക് കുറച്ച് ഐഡിയ തരുന്നുണ്ട്. അതിലൊരു എക്സാമ്പിൾ പറയുന്ന ജാതക കഥയാണ് ഇത് ഗണ്ഡതിണ്ടു ജാതക എന്ന് പറയുന്ന ഒരു കഥ. ഗണ്ഡതിണ്ടു ജാതക കഥയ്ക്കകത്ത് എന്താ പറയുന്നത്? ഒരു വിക്കഡ് കിങ് വെന്റ് ഇൻ ഡിസ്ഗൈസ്. ഒരു രാജാവ് വേഷം മാറി ചെന്ന് രാജാവിനെ പറ്റി സ്വയം അയാളെ പറ്റിയിട്ടുള്ള അഭിപ്രായം അറിയുന്നതിന് വേണ്ടിയിട്ട് ഒരു രാജാവ് വേഷം മാറി ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നതും ജനങ്ങളെല്ലാം ഇദ്ദേഹത്തെ പേടിച്ചുകൊണ്ട് അദ്ദേഹത്തെ ശപിക്കുന്നതും അവർ കാട്ടിൽ പോയി താമസിക്കുന്ന കഥയൊക്കെയാണ് അതിനകത്ത് എഴുതിയിട്ടുള്ളത്. അപ്പോൾ അതിനകത്ത് നിന്നും ആ രാജാവ് ഇത്തിരി പ്രശ്നമായിരുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാം. അപ്പോൾ സാധാരണക്കാരുടെ ജീവിത രീതികളെ പറ്റിയിട്ട് പറയുന്ന ഒരു ഭാഗമാണേത് ജാതക കഥകൾ എന്ന് പറയുന്നത്. അപ്പം ഓർഡിനറി പീപ്പിൾസിന്റെ ലൈഫ് സ്റ്റൈലിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ രാജഭരണങ്ങൾ അവരെങ്ങനെയാണ് ബാധിച്ചിരുന്നത് എന്ന് ഹിസ്റ്റോറിയൻസ് കൂടുതലും മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് ജാതക കഥകൾ അല്ലെങ്കിൽ ആ കഥകൾ വായിച്ചെടുക്കുന്നതിലൂടെയാണ്. ഇപ്പോൾ ജാതക എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം പാലി ഭാഷയിലും സംസ്കൃത ഭാഷയിലും എന്ത് തന്നെയാണ്? ബർത്ത്, ജന്മം അല്ലെങ്കിൽ ജനനം എന്ന് തന്നെയാണ്. ബുദ്ധന്റെ ജാതക കഥകളെല്ലാം നമ്മൾ കേട്ട് കാണിരിക്കും. ഇനി ജാതക കഥകൾ കൂടുതലും എഴുതിയിരിക്കുന്നത് ഏത് ഭാഷയിലാണെന്ന് പറഞ്ഞിരിക്കുന്നത്? പാലി ഭാഷ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ പാലി ഭാഷ അന്നത്തെ ഒരു വെർണാക്കുലർ ലാംഗ്വേജ് ആണ്. പ്രാകൃത ഭാഷകളുടെ അകത്ത് വരുന്ന ഒരു ഭാഷയാണ് ഇത് പാലി ഭാഷ എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക? ഓർത്ത് വയ്ക്കുക. അടുത്ത പേജിലേക്ക് പോകുമ്പോൾ നമ്മളവിടെ എന്താണ് പ്രധാനമായിട്ട് നോക്കുന്നത്? ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറയുന്ന ഒരു സംഭവത്തെ പറ്റി, ഒരു സംഗതിയെ പറ്റിയിട്ട് ഇവിടെ പറയുന്നുണ്ട്. അതെന്താണ്? പ്രൊഡക്ഷൻ. ഞാൻ നേരത്തെ പറഞ്ഞു ഈ ചാപ്റ്ററിനകത്ത് എക്കോണമിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളൂടെ പറയുന്നുണ്ട്. അപ്പോൾ ഉൽപാദനം കൂട്ടുന്നതിന് വേണ്ടിയിട്ട് എന്തൊക്കെ സ്ട്രാറ്റജീസ് ആണ് അന്നത്തെ രാജാക്കന്മാർ കൊണ്ടുവന്നതെന്നാണ് പറയുന്നത്. അതിനകത്ത് ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറയുന്ന ഒരു കാര്യത്തെ പറ്റി പറയുന്നുണ്ട്. ഓർത്ത് വയ്ക്കുക. NCERT കൊടുത്തിട്ടുള്ളതുകൊണ്ട് ചിലപ്പോൾ ചോദ്യമായിട്ട് വരാം. ട്രാൻസ്പ്ലാന്റേഷൻ എന്തിന്റെ ട്രാൻസ്പ്ലാന്റേഷൻ ആണ് പറയുന്നത്? പാഡി. ഇപ്പോൾ പ്രൊഡക്ഷൻ ഓഫ് പാഡി ഇൻക്രീസ്ഡ് ബൈ യൂസിങ് ട്രാൻസ്പ്ലാന്റേഷൻ, ഇറിഗേഷൻ ടാങ്ക്സ്, ഇറിഗേഷൻ ജലസംഭരണികളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇറിഗേഷൻ നടത്തിക്കൊണ്ടും ജലസംഭരണികൾ ഉപയോഗിച്ചുകൊണ്ടും ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറയുന്ന മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ടൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? അവർ പ്രൊഡക്ഷൻ കൂട്ടിയിട്ടുണ്ട്. ട്രാൻസ്പ്ലാന്റേഷൻ എന്താണെന്ന് അവിടെ കൊടുത്തിട്ടുണ്ട്. എന്ത് ചെയ്യുന്നു?
വിത്ത്, ആദ്യം പാവി, ഞാറ് നടുന്നതിനെ പറ്റിയിട്ടാണ്. അതിനെയാണ് ഈ ട്രാൻസ്പ്ലാന്റേഷൻ വിളിക്കുന്നത്. അത്ര വലിയ റോക്കറ്റ് സയൻസ് ഒന്നുമല്ല ആ കാലഘട്ടത്തിലെ, പക്ഷെ അത് എന്ത് ചെയ്യുന്നു, പ്രൊഡക്ഷൻ കൂട്ടുന്നതിന് വേണ്ടി സഹായിച്ചിട്ടുള്ള ഒരു സംഭവമാണ് എന്നുള്ള കാര്യം കൂടെ ഓർത്ത് വെക്കുക. ഇനി അടുത്ത പേജിനകത്ത് പ്രധാനമായിട്ട് എന്താ പറയുന്നത്, മനുസ്മൃതിയെ പറ്റി പറയുന്നുണ്ട്. മനുസ്മൃതി എന്ന് പറയുന്നത് എന്താണ്, ഒരു ലീഗൽ ടെക്സ്റ്റ് ആണ്. അത് കമ്പൈൽ ചെയ്തിരിക്കുന്നത് 2nd സെഞ്ചുറി BCE ടു 2nd സെഞ്ചുറി CE ആണ്. 2nd സെഞ്ചുറി BCE ടു 2nd സെഞ്ചുറി CEയിലാണ് എന്ത് കമ്പൈൽ ചെയ്തിട്ടുള്ളത്, മനുസ്മൃതി കമ്പൈൽ ചെയ്തിട്ടുള്ളത്. നിങ്ങൾ എല്ലാവരും മനുസ്മൃതിയെ പറ്റി കേട്ട് കാണിരിക്കും. കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കുന്ന സമയത്ത് അംബേദ്കർ കത്തിച്ചു കളഞ്ഞ, അല്ലെങ്കിൽ അംബേദ്കർ കത്തിച്ചു കളഞ്ഞ പുസ്തകമായിരുന്നു എന്ത്, മനുസ്മൃതി എന്ന് പറയുന്നത്. അതിന് പകരം നമുക്ക് ഇന്ന് കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. അപ്പോൾ ആദ്യ കാലങ്ങളിൽ ഒരു ലീഗൽ ടെക്സ്റ്റ് എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മനുസ്മൃതി ആയിരുന്നു എന്നുള്ള കാര്യം കൂടെ ഓർത്ത് വെക്കുക. ഇനി ഗഹപതി എന്ന് പറയുന്ന ഒരു വേർഡ്, അത് പാലി ഭാഷയിലാണ് ഗഹപതി എന്ന് പറയുന്ന വേർഡ്. ആ വേർഡിന്റെ അർത്ഥം എന്താണ്, ഇറ്റ് ഡെസിഗ്നേറ്റ് ദ സ്മോൾ പെസൻസ് ആൻഡ് ലാർജ് ലാൻഡ് ഹോൾസ്. ചെറിയ കർഷകരെയും വലിയ രീതിയിൽ ഭൂവുടമകളെയും കൂട്ടത്തിൽ അല്ലെങ്കിൽ അവരെ ഒന്നിച്ച് വിളിക്കുന്ന ഒരു പേരാണ് ഗഹപതി. ഗൃഹപതി എന്നുള്ള ഒരു അർത്ഥത്തിലാണ് ഗഹപതി എന്നുള്ളതുകൊണ്ട് അർത്ഥമാക്കുന്നത്. പാലി ഭാഷയിലുള്ളതാണ്. ഇനി അടുത്ത എന്താണ്, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ സംഘം ടെക്സ്റ്റ്, സംഘകാല കൃതികളിൽ നമുക്ക് എന്ത് കാണാൻ പറ്റുന്നുണ്ട്, ലാർജ് ലാൻഡ് ഓണേഴ്സിനെ വെള്ളാലാർ എന്ന് വിളിക്കുന്ന ഒരു പേരിൽ എന്നൊരു പേരിട്ട് വിളിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പ്ലൗമാൻ, ഈ കർഷകരെ പ്രധാനമായിട്ട് ഊഴവർ എന്ന് പേരിട്ട് വിളിക്കുന്നു. സ്ലേവ്സിനെ അടിമ എന്നും പേരിട്ട് വിളിക്കുന്നു. ഗഹപതി എന്താണെന്നുള്ള ഒരു എക്സ്പ്ലനേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് തന്നെയാണ് ഞാൻ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഗഹപതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്തായിരുന്നു, അവർ ഓണറായിരുന്നു, മാസ്റ്റർ ആയിരുന്നു, അല്ലെങ്കിൽ ഹെഡ്, ഒരു ഹൗസ് ഹോൾഡിന്റെ ഹെഡ് ആയിരുന്നു. അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്ത്രീകളുടെ മുകളിൽ, കുട്ടികളുടെ മുകളിൽ, അടിമകളുടെ മുകളിൽ, അവരുടെ തൊഴിലാളികളുടെ മുകളിലൊക്കെ അധികാരമുണ്ടായിരുന്ന ഒരു കൂട്ടരെയാണ് എന്ന് വിളിക്കുന്നത് ഗൃഹപതി അല്ലെങ്കിൽ ഗഹപതി എന്ന് വിളിക്കുന്നത്. ഗഹപതി പാലി ഭാഷയിലുള്ള ഒരു വാക്കാണെന്നുള്ളത് കൂടി ഓർത്തു വെക്കുക. ഇതൊക്കെ ചോദിക്കും. സംഘകാലത്തിൽ വെള്ളാലർ എന്ന് വിളിക്കുന്നത് ആരെയാണ്, ലാർജ് ലാൻഡ് ഹോൾഡേഴ്സിനെയാണ്. ഊഴവർ എന്ന് വിളിക്കുന്നത് ആരെയാണ്, കർഷകരെ അല്ലെങ്കിൽ പ്ലൗമാനെയാണ്. അടിമൈ എന്ന് വിളിക്കുന്നത് പേരിൽ നിന്ന് തന്നെ കിട്ടും, ആരെയാണ്, സ്ലേവ്സ്. അടിമൈ എന്ന് പറയുന്നത് നമുക്ക് മലയാളികൾക്ക് കണ്ടുപിടിക്കാനാണ് ഇപ്പോൾ, പക്ഷേ നോർത്ത് ഇന്ത്യക്കാർക്ക് ചിലപ്പോൾ അത്ര ഈസി ആയിട്ട് കിട്ടണമെന്നില്ല. NCERT-യിലുള്ള വേർഡ്സ് ആണ്, ചിലപ്പോൾ ഇത് തന്നെ ചോദിക്കുകയും ചെയ്യും. ഗഹപതി എന്താണെന്ന് ചോദിക്കും. ഗഹപതി എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ പറഞ്ഞ പോലെ ഓണറോ മാസ്റ്ററോ ഹെഡോ ആയിരിക്കാം എന്തിന്റെ, ഹൗസ് ഹോൾഡിന്റെ എന്നുള്ള കാര്യം കൂടെ ഓർത്ത് വെക്കുക. അപ്പൊ ഇങ്ങനത്തെ വേർഡ്സ് ഒക്കെ എന്ത് ചെയ്യാം, ചോദ്യമായിട്ട് വരാം. ഇനി അടുത്ത പേര് അത് എന്താ കൊടുത്തിരിക്കുന്നത്, അടുത്ത പേരിൽ ഹർഷചരിത എന്ന് പറഞ്ഞൊരു പുസ്തകത്തെ പറ്റി കൊടുത്തിട്ടുണ്ട്. ഹർഷചരിത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹർഷവർദ്ധനയെ പറ്റിയിട്ടുള്ള പുസ്തകമാണ്. ഹർഷവർദ്ധന എന്ന് പറയുന്ന ഒരു റൂളർ ഉണ്ട്, അത് അവിടെ എഴുതിയിട്ടുണ്ട് ഹർഷവർദ്ധനെ പറ്റി. ഹർഷവർദ്ധന എന്ന് പറയുന്ന ഒരു രാജാവിന്റെ ജീവചരിത്രമാണ് എന്ത്, ഹർഷചരിത. അത് കനൗജ് എന്ന് പറയുന്ന മധ്യപ്രദേശിലെ സ്ഥലം ഭരിച്ചിരുന്ന റൂളറാണ് ആര്, ഹർഷവർദ്ധന. അദ്ദേഹത്തിന്റെ ജീവചരിത്രമാണ് ഹർഷചരിത. അത് എഴുതിയ ആളുടെ പേരാണ് ബാണഭട്ട. ഏത് ഭാഷയിലാണ് എഴുതിയത്, സംസ്കൃത ഭാഷയിൽ. ഇതെല്ലാം ചോദ്യമാണ്. ഹർഷചരിത ആരുടെ ജീവചരിത്രം, ഹർഷവർദ്ധനയുടെ. ആരെഴുതി, ബാണഭട്ട. ഏത് ഭാഷയിൽ എഴുതി, സംസ്കൃത ഭാഷയിൽ. ഹർഷവർദ്ധന എവിടെ ഭരിച്ചിരുന്ന രാജാവാണ്, കനൗജ്, മധ്യപ്രദേശിലെ കനൗജ് കേന്ദ്രീകരിച്ച് ഭരിച്ചിരുന്ന രാജാവാണ്. അപ്പൊ അങ്ങനെ വേണം പഠിക്കാൻ. ഒരു സെന്റൻസ് വായിച്ച് നിങ്ങളുടെ മുന്നിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ചോദ്യത്തിന്റെ സാധ്യതകൾ, എന്തൊക്കെ ചോദ്യങ്ങൾ വരാം, അതിനെ ഇൻ ആൻഡ് ഔട്ട് പഠിച്ച് മനസ്സിലാക്കി പോവാം. രണ്ടാമത് എന്താ പറയുന്നത്, ഇൻസ്ക്രിപ്ഷൻസ് അബൌട്ട് ലാൻഡ് ഗ്രാൻഡ്സ് വർ ഓൺ സ്റ്റോൺ ബട്ട് മോസ്റ്റ് വർ ഇൻ കോപ്പർ പ്ലേറ്റ്സ്. ഭൂമി ദാനം കൊടുത്തിരുന്നതിനെ പറ്റിയിട്ടുള്ള ശാസനങ്ങളുണ്ട്. അതായത് ഇത്ര ഭൂമി ഞാൻ ഇന്ന മത റിലീജിയസ് ഗ്രൂപ്പിന് ഞാൻ എന്ത് ചെയ്യുന്നു, ദാനം കൊടുക്കുന്നു, അല്ലെങ്കിൽ ഇന്ന ബ്രാഹ്മണന് ഞാൻ ദാനം കൊടുക്കുന്നു എന്ന് ഇൻസ്ക്രിപ്ഷൻ, ശാസനം എഴുതി വെച്ചിരിക്കുന്നു. അത് കൂടുതലും എന്തിലാണ് കാണുന്നത്, കോപ്പർ പ്ലേറ്റിലാണ് കാണുന്നത്. ചെമ്പ് തേടുകളിലാണ് ശാസനങ്ങൾ എഴുതി വെച്ചിരിക്കുന്നത് കാണുന്നത്, കല്ലിൽ കുറവാണ്. പ്രഭാവതി ഗുപ്ത എന്ന് പറയുന്ന ഒരു ലേഡി റൂളറെ നിങ്ങളോട് ഓർത്ത് വെക്കുക. പ്രഭാവതി ഗുപ്ത ആരാണ്, ചന്ദ്രഗുപ്ത സെക്കൻഡ്, അഥവാ ചന്ദ്രഗുപ്ത സെക്കൻഡിനെ നമ്മൾ പഠിക്കും കൺസെപ്റ്റ് ക്ലാസ്സിനകത്ത്. ചന്ദ്രഗുപ്ത സെക്കൻഡ് എന്ന് പറയുന്ന ആരാണ്, ചന്ദ്രഗുപ്ത വിക്രമാദിത്യൻ എന്നെയാണ് എന്ന് വിളിക്കുന്നത്. ചന്ദ്രഗുപ്ത സെക്കൻഡ് എന്ന് വിളിക്കുന്നത് വിക്രമാദിത്യ വേതാള കഥകളിലെ ചന്ദ്രഗുപ്തനെയാണ് ഇവിടെ പറയുന്നത്. അദ്ദേഹത്തിന്റെ മകളുടെ പേരാണ് എന്ത്, പ്രഭാവതി ഗുപ്ത. ഒരു ചോദ്യത്തിനുള്ള സാധ്യതയുണ്ട്, പ്രഭാവതി ഗുപ്ത ഏത് റൂളറുടെ മകളാണ്, ചന്ദ്രഗുപ്ത സെക്കൻഡ് എന്ന് ചോദിക്കും. ചന്ദ്രഗുപ്ത സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ചന്ദ്രഗുപ്ത വിക്രമാദിത്യയാണ്. ഗുപ്ത രാജവംശത്തിലെ രാജാവാണ് ആര്, ചന്ദ്രഗുപ്ത സെക്കൻഡ്. ഗുപ്ത രാജവംശത്തിൽ ചന്ദ്രഗുപ്ത ഒന്നാമനും ഉണ്ട്, അപ്പൊ അതും ഒരു ഓപ്ഷനകത്ത് വരാം. ഇനി മൗര്യ സാമ്രാജ്യം ഫൗണ്ട് ചെയ്തിട്ടുള്ളതും ആരാണ്, ഒരു ചന്ദ്രഗുപ്തനാണ്, ചന്ദ്രഗുപ്ത മൗര്യ, നമ്മൾ അശോക ചക്രവർത്തിയുടെ മുത്തച്ഛൻ, അതും ആരാണ്, ഒരു ചന്ദ്രഗുപ്തനാണ്. അപ്പൊ അത് മൂന്നും വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഓപ്ഷനകത്ത് ചോദിക്കാം. പ്രഭാവതി ഗുപ്ത ആരുടെ മകളാണ് എന്ന് പറയും. ഓപ്ഷൻ ചന്ദ്രഗുപ്ത 1, ഓപ്ഷൻ 2 ചന്ദ്രഗുപ്ത 2, ഓപ്ഷൻ 3 ചന്ദ്രഗുപ്ത മൗര്യ, ഓപ്ഷൻ ഡി വേറെ ഏതെങ്കിലും തന്നു. എന്ത് ചെയ്യും? അപ്പൊ അത്രയും സ്പെസിഫിക് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ചന്ദ്രഗുപ്ത വിക്രമാദിത്യന്റെ മകളെയാണ് എന്ന് വിളിക്കുന്നത്, പ്രഭാവതി ഗുപ്ത എന്ന് വിളിക്കുന്നത്.
അവര് ഏത് രാജവംശത്തേക്കാണ് കല്യാണം കഴിച്ചിരിക്കുന്നത്? വാകടാക എന്ന് വിളിക്കുന്ന ഒരു രാജവംശത്തിലേക്കാണ് കല്യാണം കഴിച്ചു കൊടുത്തിരിക്കുന്നത്. വാകടാക എന്ന് വിളിക്കുന്ന അന്നത്തെ ഒരു രാജവംശത്തിലേക്കാണ് ആരെ കല്യാണം കഴിച്ചു കൊടുത്തിരിക്കുന്നത്? പ്രഭാവതി ഗുപ്തനെ കല്യാണം കഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് ഇപ്പൊ എന്താ? അപ്പൊ ചോദ്യം വരും, ഗുപ്ത സാമ്രാജ്യത്തിന്റെ സമയത്ത് ഉണ്ടായിരുന്ന മറ്റ് പ്രബലമായിട്ടുള്ള അല്ലെങ്കിൽ മറ്റ് പ്രശസ്തമായിട്ടുള്ള ഒരു രാജവംശം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാകടാക. വാകടാക ഏത് രാജവംശത്തിന്റെ സമയത്തുണ്ടായിരുന്നതാണ്? ഗുപ്ത രാജവംശത്തിന്റെ സമയത്തുണ്ടായിരുന്നതാണെന്ന് നമുക്ക് ഇതിനകത്ത് പഠിച്ചെടുക്കാൻ പറ്റും അല്ലേ. ഇനി അതിവിടെ പറയാൻ കാരണം എന്താ? പ്രഭാവതി ഗുപ്ത സാധാരണഗതിയിൽ സ്ത്രീകൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ലായിരുന്നു? ഭൂമി കൈകാര്യം ചെയ്യാനോ സ്വത്തവകാശമോ ഇല്ലാതിരുന്ന കാലത്ത് പ്രഭാവതി ഗുപ്ത എന്ന് പറയുന്ന ലേഡി അല്ലെങ്കിൽ രാജകുമാരിക്ക് എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു? ഭൂമി കൈകാര്യം ചെയ്യാൻ പറ്റുമായിരുന്നു. അത് രാജകുമാരി ആയിരുന്നതുകൊണ്ടായിരിക്കാം. അപ്പൊ അത്തരത്തിലൊരു ലാൻഡ് ഗ്രാൻഡിന്റെ ഒരു ഇൻസ്ക്രിപ്ഷൻ പ്രഭാവതി ഗുപ്തയുടെ പേരിൽ ഉള്ളത് കൊണ്ടാണ് ഇതിവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അടുത്ത പേജിൽ നോക്കി നിങ്ങൾക്ക് അത് കാണാൻ പറ്റും. പ്രഭാവതി ഗുപ്തയെ പറ്റി പറയുന്നുണ്ട്. ഇനി ഇതാ പ്രഭാവതി ഗുപ്ത ആൻഡ് ദ വില്ലേജ് ഓഫ് ധൻഗുണ എന്ന് വിളിക്കുന്ന ഒരു ഭാഗം ഇവിടെ നോക്കി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ മറ്റൊരു പോയിന്റ് ഇവിടെ നിങ്ങൾ ഓർത്തിരിക്കുക. അഗ്രഹാര എന്ന് പറയുന്നത് എന്താണ്? ബ്രാഹ്മിൻസിന് ഭൂമി ദാനമായിട്ട് കൊടുത്തിരുന്നതിനെയാണ് എന്ന് വിളിക്കുന്നത് അഗ്രഹാര എന്ന് വിളിക്കുന്നത്. ബ്രാഹ്മിൻസിന് ഭൂമി ദാനമായിട്ട് കൊടുത്തിരുന്നതിനെ നമ്മൾ എന്ന് വിളിക്കുന്നു അഗ്രഹാര എന്ന് വിളിക്കുന്നു. അതും ഓർത്തു വെക്കുക. ഇനി മുന്നോട്ട് പോകുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെ കാണാൻ സാധിക്കും? എന്തിനാണ് ഈ ഭൂമി ദാനം കൊടുത്തിരുന്നത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. അപ്പൊ ആരാണ് ഭൂമി ദാനം കൊടുത്തിരുന്നത്? രാജാക്കന്മാർ. ആർക്കൊക്കെ? ബ്രാഹ്മിൻസിന്, പ്രീസ്റ്റിന്, സാമന്തന്മാർക്ക്. അതായത് ഇപ്പം വാകടാക എന്ന് പറയുന്നത് ഗുപ്ത സാമ്രാജ്യത്തിന്റെ കീഴിലുണ്ടായിരുന്ന ഒരു അല്ലെങ്കിൽ ഗുപ്ത സാമ്രാജ്യത്തിന്റെ സുപ്രീമസി അംഗീകരിച്ചുകൊണ്ട് നിന്നിരുന്ന ഒരു സാമന്ത രാജ്യമാണ്. അപ്പൊ അവർക്ക് ഭൂമിദാനമായിട്ട് കൊടുത്തിരുന്നു. ബ്രാഹ്മിൻസിന് ഭൂമിദാനമായിട്ട് കൊടുത്തിരുന്നു. അപ്പം അധികാരം ഊട്ടി ഉറപ്പിക്കുന്നതിന് വേണ്ടി കൈക്കൂലി പോലെ കൊടുത്തിരുന്നതാണ് ഭൂമിദാനം. ഒരു കാര്യം അങ്ങനെ വേണമെങ്കിൽ പറയാം. രണ്ട് എന്താണ്? അല്ലാതെ ഈ പറയുന്ന പോലെ ഞാൻ ഉദാര മനസ്കനാണ്, ദാനശീലനാണെന്ന് കാണിക്കുന്നതിന് വേണ്ടി ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന് ഭൂമിദാനം കൊടുക്കുന്നതും ആയിരിക്കാം. ഈ 2-3 കാരണങ്ങളാണ് NCERT പറയുന്നത്. എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ നിങ്ങൾക്ക് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, അതുകൊണ്ടാണ് അത് അധികം സ്ട്രെസ് ചെയ്യാത്തത്. ഓക്കെ, അപ്പോൾ ഈ ഭാഗം നമ്മൾ ഇത്രയും കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് നോക്കാനുള്ളത് ഈ 3 ഹെഡിങ്ങുകളാണ്. ടൗൺസ് ആൻഡ് ട്രേഡ്, ബാക്ക് ടു ബേസിക്സ്, ലിമിറ്റേഷൻസ് ഓഫ് ഇൻസ്ക്രിപ്ഷൻ എവിഡൻസ് എന്ന് പറയുന്ന ഭാഗം കൂടെ കവർ ചെയ്ത് നമ്മുടെ ഈ ചാപ്റ്റർ കഴിയും. നമുക്ക് പെട്ടെന്ന് തന്നെ നോക്കാം. അപ്പോൾ ആദ്യത്തെ ടൗൺസ് ആൻഡ് ട്രേഡ് എന്ന് പറയുന്ന ഭാഗത്തിനകത്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊക്കെ കാണാൻ പറ്റുന്നത്? പാതലിപുത്ര എന്ന് പറയുന്ന നഗരം, അത് ഒരു റിവറൈൻ റൂട്ടിനകത്തുള്ളതാണ്. നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യമാണ്. 2, ഉജ്ജയിനി എന്ന് പറയുന്ന സ്ഥലം, അതൊരു ലാൻഡ് റൂട്ടിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്നതാണ്. പുഹാർ എന്ന് വിളിക്കുന്ന സ്ഥലം, അത് ഒരു കടലോര മേഖലയിൽ ഒരു കോസ്റ്റൽ, ഒരു പോർട്ടിനോട് അടുത്തുള്ള നഗരമാണ്. മധുര എന്ന് പറയുന്നത് കൊമേഴ്ഷ്യൽ, കൾച്ചറൽ ആൻഡ് പൊളിറ്റിക്കൽ ആക്ടിവിറ്റി നടന്നിരുന്ന ഒരു സ്ഥലമാണ്. ഇനി സുവാങ്സാങ് എന്ന് വിളിക്കുന്ന സുവാങ്സാങ് എന്നൊക്കെ വിളിക്കുന്ന ഒരു ചൈനീസ് പിലിഗ്രിമ്, അദ്ദേഹം ഒരു തീർത്ഥാടകനായിരുന്നു. അദ്ദേഹം ബുദ്ധമത ഗ്രന്ഥങ്ങൾ നോക്കി, ബുദ്ധൻ ജീവിച്ചിരുന്ന കാലഘട്ടങ്ങൾ നോക്കിയിട്ട് 7-ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിലേക്ക് വന്നിട്ടുള്ള ഒരു ചൈനീസ് ട്രാവലറാണ്. അദ്ദേഹം വരുന്ന സമയത്ത് പാതലിപുത്ര എന്ന് പറയുന്ന നഗരമെല്ലാം എന്ത് ചെയ്തു? നശിച്ചു പോരുന്നതായിട്ടാണ് ഇത് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ ഭാഗം നോക്കി നമുക്ക് കാണാൻ പറ്റും. The Chinese pilgrim Zhuangzhang visited city in the 7th century CE. He found it in ruins and with a very small population. ഏത് നേരത്തെ പറ്റിയിട്ടാണ് പറയുന്നത്? പാതലിപുത്രയെ പറ്റിയിട്ടാണ് പറയുന്നത്. മഗധ സാമ്രാജ്യം എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന സമയത്ത് രാജഗൃഹമായിരുന്ന ക്യാപിറ്റൽ പിന്നീട് പാതലിപുത്രയിലേക്ക് മാറ്റുന്നു. പാതലി ഗ്രാമമായിരുന്ന ഒരു ഗ്രാമത്തെ പിന്നീട് നഗരമായിട്ട് മാറുന്നു. അത് ഏത് നൂറ്റാണ്ടിലാണ്? അശോകന്റെ സമയത്തൊക്കെ ക്യാപിറ്റൽ ഏതാണ്? പാതലിപുത്രയാണ്. 232, 200 ആ ഒരു കാലഘട്ടത്തിലൊക്കെ 260, 250 CE ക്യാപിറ്റൽ എന്താണ്? പാതലിപുത്രയാണ്. അവിടെ നിന്ന് 7-ാം നൂറ്റാണ്ട് AD വരുമ്പോൾ അല്ലെങ്കിൽ കോമൺ എറയിലേക്ക് വരുന്ന സമയത്ത് എന്തായിട്ട് മാറുന്നു? പാതലിപുത്ര കുറച്ച് ആളുകൾ മാത്രം താമസിക്കുന്ന ഒരു നഗരമായിട്ട് മാറുന്നു. മറ്റു ഓരോ നഗരങ്ങളും ആ ഓരോ നഗരത്തിന്റെയും പ്രസക്തി എന്താണെന്നുള്ളതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പാതലിപുത്ര എന്ന് പറയുന്ന ഒരു റിവറൈൻ റൂട്ടിലുള്ളതാണെന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഉജ്ജയിനി ലാൻഡ് റൂട്ടാണെന്ന് എഴുതിയിട്ടുണ്ട്. പുഹാർ കോസ്റ്റലിൻ്റെ അടുത്തുള്ളതാണെന്നും മധുര ഇങ്ങനെയുള്ളതാണെന്നും എഴുതിയിട്ടുണ്ട്. ഇനി അർബൻ പോപ്പുലേഷൻ, എലൈറ്റ്സ് ആൻഡ് ക്രാഫ്റ്റ് പേഴ്സൺ. നമ്മളൊരു അർബൻ പോപ്പുലേഷൻ എങ്ങനെ റിയലൈസ് ചെയ്യുന്നു എന്നുള്ളതാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അവിടെ പ്രധാനമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ആ കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്ന ഒരു പോട്ടറിയുടെ പേര് ഓർത്തിരിക്കുക. നോർത്തേൺ ബ്ലാക്ക് പോളിഷ്ഡ് വെയർ പോട്ടറി, NBPW പോട്ടറി എന്ന് വേണമെങ്കിൽ പറയും. ഇത് ചോദിക്കും, NBPW പോട്ടറി എവിടത്തെയാണെന്ന് ചോദിക്കും. NBPW പോട്ടറി. നമ്മൾ വേദിക് കൾച്ചറിൽ OCP പോട്ടറി തന്നെ പഠിക്കും, ഓക്രെ കളേർഡ് പോട്ടറി അല്ലേ. അതുപോലെ തന്നെ നോർത്തേൺ ഗ്രേ വെയർ പോട്ടറി NGWP പറ്റി പഠിക്കും. അതിനുശേഷം വരുന്നതാണ് നോർത്തേൺ ബ്ലാക്ക് പോളിഷ്ഡ് വെയർ പോട്ടറി എന്നുള്ള കാര്യം കൂടെ മനസ്സിലാക്കി വെക്കാം. ഡീറ്റെയിൽ ആയിട്ട് കൺസെപ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളാണ്, ഇവിടെ പറഞ്ഞു പോകണമെന്ന് മാത്രം. ഓക്കെ ആണല്ലോ. ഇത് ആ സമയത്തുണ്ടായിരുന്ന പ്രധാനപ്പെട്ട രാജവംശങ്ങളാണ്. ഗുപ്ത സാമ്രാജ്യം ഇവിടെ ഉണ്ടായിരുന്നു. ഗുപ്തയുടെ സമയത്താണ് നമ്മൾ നേരത്തെ പറഞ്ഞ വഘടകയിലേക്കാണ് ആരെ കല്യാണം കഴിച്ചു കൊടുത്തത്? പ്രഭാവതി ഗുപ്തനെ കല്യാണം കഴിച്ചു കൊടുക്കുന്നത്.
ഇപ്പുറത്ത് ശാകാസ് ഉണ്ട്, ശതവാഹനാസ് ഉണ്ട്. ശതവാഹനാസ് ഒക്കെ നമ്മൾ ഓൾറെഡി കണ്ട കാര്യമാണ്. കുശനാസ് എന്ന് പറയുന്ന രാജവംശവും ഉണ്ട്. ഇത്രയും രാജവംശങ്ങൾ ആ സമയത്ത് ഒരുമിച്ചുണ്ടായിരുന്നു. വാഗഡാക, ശതവാഹനാസ്, ശാകാസ്, ഗുപ്താസ്, കുശനാസ് ഒരുമിച്ചുണ്ടായിരുന്നു എന്നുള്ള കാര്യം കൂടെ ഓർത്ത് വയ്ക്കുക. ഓക്കെ ആണല്ലോ. മുന്നോട്ട് പോകുന്ന സമയത്ത് ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഇവിടെ എന്താ എഴുതിയിരിക്കുന്നത്? ഗിൽഡ് അല്ലെങ്കിൽ ശ്രേണി. ഗിൽഡ് അല്ലെങ്കിൽ ശ്രേണി എന്താണെന്ന് ചോദിക്കും. എന്താണ്? ഓർഗനൈസേഷൻസ് ഓഫ് ക്രാഫ്റ്റ് പ്രൊഡ്യൂസേഴ്സ് ആൻഡ് മർച്ചൻസ്. കച്ചവടക്കാരുടെയും ക്രാഫ്റ്റ് പ്രൊഡ്യൂസേഴ്സിൻ്റെയും കൂട്ടായ്മേനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഗിൽഡ് ഓർ ശ്രേണീസ് എന്നുള്ള കാര്യം കൂടെ ഓർത്ത് വെക്കുക. ഇവിടെ വോട്ടീവ് ഇൻസ്ക്രിപ്ഷൻസ് എന്ന് പറഞ്ഞ ഒരു ഇൻസ്ക്രിപ്ഷൻ്റെ കാര്യം കൂടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. വോട്ടീവ് ഇൻസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഗിഫ്റ്റ് കൊടുക്കുന്നതാണ്. റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ഗിഫ്റ്റ് കൊടുക്കുന്നതിനെ നോട്ട് ചെയ്ത് വെച്ചിട്ടുള്ള, എഴുതി വെച്ചിട്ടുള്ള ശാസനങ്ങളെ വോട്ടീവ് ഇൻസ്ക്രിപ്ഷൻസ് എന്ന് കൂടെ വിളിക്കുന്നു. മനസ്സിലാക്കി വെച്ച് പോയാൽ മതി. ഇനി അടുത്ത പേജിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന് പെരിപ്ലസ് ഓഫ് എരിത്രിയൻ സീ എന്ന് പറയുന്ന ഒരു പുസ്തകത്തെ പറ്റി പറയുന്നുണ്ട്. ആ പുസ്തകത്തിൽ അന്നത്തെ മലബാറിനെ പറ്റിയിട്ടാണ് പറയുന്നത്. കേരള കോസ്റ്റിനും കേരളത്തിനകത്ത് പ്രധാനമായിട്ടും നടത്തിയിട്ടുള്ള വാണിജ്യത്തെ പറ്റിയിട്ട്, പെപ്പറിനെ പറ്റിയിട്ടും സിനമണിനെ പറ്റിയിട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. അതൊന്നും ഇമ്പോർട്ടൻ്റ് അല്ല എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ. പുസ്തകം ഓർത്തിരിക്കുക. പെരിപ്ലസ് ഓഫ് എരിത്രിയൻ സീ അതൊരു ഗ്രീക്ക് പുസ്തകമാണെന്നുള്ളതാണ് ഒന്നാമത്തെ പോയിന്റ്. അതിൽ പെരിപ്ലസ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം സെയിലിംഗ് എന്നാണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. എരിത്രിയൻ സീ എന്ന് പറയുന്നത് ചെങ്കടലാണ്, റെഡ് സീ ആണെന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക. പിന്നെ അവിടെ പറയുന്ന മറ്റ് 2-3 പേരുകൾ ഒന്ന് ആലോചിച്ച് വെക്കുക. മസട്ടുവാൻ എന്ന് വിളിക്കുന്നത്, തമിഴിൽ മസട്ടുവാൻ എന്ന് വിളിക്കുന്നത്, പ്രാകൃത ഭാഷയിൽ സേത്തി എന്നും സതവാഹാസ് എന്ന് വിളിക്കുന്നതും ആരെയാണ്? കച്ചവടക്കാരെയാണ് എന്നുള്ള കാര്യം കൂടെ ഇവിടെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. എന്തൊക്കെയാണ് പറഞ്ഞത്? മസട്ടുവാൻ എന്ന് വിളിക്കുന്നത് അവിടെ എഴുതിയിട്ടുണ്ട്, ഞാൻ ചുമ്മാ പറയുന്നതല്ല. മസട്ടുവാൻ എന്ന് വിളിക്കുന്നത്, അതുപോലെ തന്നെ ഏത് ഭാഷയിലാണ് മസട്ടുവാൻ എന്ന് വിളിക്കുന്നത്? തമിഴ് ഭാഷയിൽ. സേത്തീസ് എന്നും സതവാഹാസ് എന്നും പ്രാകൃത ഭാഷയിൽ വിളിക്കുന്നതും ആരെയാണ്? കച്ചവടക്കാരെയാണ് എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. അപ്പൊ ഇതൊക്കെ ചോദ്യമായിട്ട് ചോദിക്കും. പെരിപ്ലസ് ഓഫ് എരിത്രിയൻ സീ ഏത് ഭാഷയിലുള്ളതാണെന്ന് ചോദിക്കും. ഏത് ഭാഷയിലുള്ളതാണ്? ഗ്രീക്ക് ഭാഷയിലുള്ളതാണ്. അതിൽ പറയുന്ന എരിത്രിയൻ സീ ഏത് കടലാണെന്ന് ചോദിക്കും. ചെങ്കടലെന്ന് ചോദിക്കും, അറബിക്കടലിൽ നിന്ന് തരാം, ബേ ഓഫ് ബംഗാൾ എന്ന് പറയാം, അല്ലെ? എന്ത് കടൽ വേണമെങ്കിൽ പറയാം. അപ്പൊ അതിനേതാണ്? ചെങ്കടലാണ്, റെഡ് സീ ആണെന്നുള്ള കാര്യം കൂടെ ഓർത്ത് വെക്കുക. അത് എവിടെ കൊടുത്തിരിക്കുന്നതെന്നായിരിക്കും അടുത്ത ചോദ്യം. ഇത് അവിടെ കൊടുത്തിട്ടുണ്ട്. പെരിപ്ലസ് എന്ന് പറയുന്നത് ഒരു ഗ്രീക്ക് വേർഡാണ്. അതിന്റെ മീനിങ് എന്താണ്? സെയിലിംഗ് അറൗണ്ട് എന്നാണ്. എരിത്രിയൻ എന്ന് പറയുന്നത് ചെങ്കടലിന് വേണ്ടിയിട്ടുള്ള ഒരു ഗ്രീക്ക് വേർഡാണ് എന്നുള്ള കാര്യം കൂടെ ഓർത്ത് വെക്കുക. ഓക്കെ ആണല്ലോ. ഇനി ഏറ്റവും ആദ്യത്തെ സ്വർണ്ണ നാണയങ്ങൾ അച്ചടിച്ച രാജാവ് അല്ലെങ്കിൽ രാജവംശം ഏതാന്ന് ചോദിക്കും. കുശനാസ് ആണ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഗോൾഡ് കോയിൻസ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ആളുകളുടെ പേരും ആളുകളുടെ ഇമേജും അടിച്ചിട്ടുള്ള ഏറ്റവും ആദ്യത്തെ നാണയങ്ങൾ അച്ചടിച്ച ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻഡോ ഗ്രീക്സ് ആണ് എന്നുള്ള കാര്യം കൂടെ ഓർത്ത് വെക്കുക. അതോടെ മനസ്സിലാക്കി പോവുക. നാണയങ്ങളുടെ പഠനത്തെ വിളിക്കുന്ന പേരാണ് ന്യൂമിസ്മാറ്റിക്സ് എന്നുള്ള കാര്യം കൂടെ ഓർത്ത് വെക്കുക. പിന്നെ നാണയമായിട്ട് ചോദിക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്ന ഒരു പ്രത്യേക വിഭാഗത്തിന്റെ കാര്യം കൂടെ ഓർത്തിരിക്കുക. അതൊരു ട്രൈബൽ റിപ്പബ്ലിക് ആണ്. അവരുടെ പേര് യൗദേയാസ് എന്നാണ്. പഞ്ചാബ്, ഹരിയാന കേന്ദ്രീകരിച്ച് ഭരിച്ചിരുന്ന ട്രൈബൽ റിപ്പബ്ലിക്കിനെയാണ് വിളിക്കുന്നത്. അവർ ധാരാളമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? കോപ്പർ കോയിൻസ്, ഈ കാണുന്ന കോപ്പർ കോയിൻസ് അവർ അച്ചടിച്ചതാണ്, അവർ മിന്റ് ചെയ്തതാണെന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. പക്ഷെ ഏറ്റവും ഭംഗിയുള്ള കോയിൻസ് ഏതാണ്? ഗുപ്ത കോയിൻസ് ആണ്. സ്വർണ്ണ നാണയങ്ങൾ ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഗുപ്താസിന്റെ സമയത്താണ്. ഇതാണ് യൗദേയ ക്ലാനിന്റെ കോയിൻ എന്ന് പറയുന്നത്, കോപ്പർ കോയിൻ എന്നുള്ള കാര്യം കൂടെ അവിടെ ഓർത്ത് വെക്കുക. ഇനി ഇത് അശോകന്റെ ഒരു ഇൻസ്ക്രിപ്ഷൻ ആണ് ഈ കാണുന്നത്. അശോകന്റെ ഇൻസ്ക്രിപ്ഷനിൽ കാണുന്ന ഭാഷ, സ്ക്രിപ്റ്റുകൾ, ഞാൻ നേരത്തെ സ്ക്രിപ്റ്റും ലാംഗ്വേജും നമ്മളുടെ കമ്പാരിസൺ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ കാണുന്ന അശോകന്റെ ബ്രഹ്മി സ്ക്രിപ്റ്റ് ആണ് ഈ സൈഡിൽ കാണുന്നത്. ഇപ്പുറത്ത് കാണുന്ന ഏതാണ്? ദേവനഗരി സ്ക്രിപ്റ്റിനകത്തുള്ള, അതായത് ഹിന്ദി ഭാഷയിൽ നമ്മൾ കാണുന്ന അക്ഷരങ്ങളാണ്. അപ്പൊ ബ്രഹ്മി സ്ക്രിപ്റ്റിൽ ഈ കാണുന്ന ഇതിന് ഇക്വലന്റ് ആയിട്ട് ദേവനഗരി സ്ക്രിപ്റ്റിലുള്ളതാണ് ഈ കാണുന്ന ഖ, ഇത് ഛ, ഇത് ഠ, ഢ. അപ്പൊ ഇതെല്ലാത്തിനും ഇക്വലന്റ് ആയിട്ടുള്ള ഇത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് ഓർത്ത് വെച്ച് പോവാം. ഇനി ബാക്ക് ടു ദ ബേസിക്സ്. ഡിസൈഫറിങ് ബ്രഹ്മി സ്ക്രിപ്റ്റ് ആരാണ് ഡിസൈഫർ ചെയ്തത് നമുക്കറിയാം. അശോകന്റെ സ്ക്രിപ്റ്റ് ഡിസൈഫർ ചെയ്തെടുത്തത് ആരാണ്? അശോകന്റെ ബ്രഹ്മി സ്ക്രിപ്റ്റ് ഡിസൈഫർ ചെയ്തെടുത്തത് ആരാണ്? ജെയിംസ് പ്രിൻസെപ്പ് ആണ്. ഏത് വർഷം? 1838. ഇനി ആ സമയത്തെ മോസ്റ്റ് സ്ക്രിപ്റ്റ് യൂസ്ഡ് ടു റൈറ്റ് മോഡേൺ ഇന്ത്യൻ ലാംഗ്വേജസ്, ഇന്നത്തെ ഇന്ത്യൻ ഭാഷകൾ എഴുതാനായിട്ട് ഉപയോഗിക്കുന്ന ഓൾമോസ്റ്റ് എല്ലാ സ്ക്രിപ്റ്റുകളും എവിടെ നിന്ന് ഡിറൈവ് ചെയ്തെടുത്താണ്? ബ്രഹ്മി സ്ക്രിപ്റ്റിൽ നിന്നും. ഈ കാണുന്ന ബ്രഹ്മി സ്ക്രിപ്റ്റിൽ നിന്നും ഇവോൾവ് ചെയ്തെടുത്തതാണ് ഇന്ന് ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന ഒട്ടുമുഖ്യ ആധുനിക ഭാഷകളുടെയും ലിപികൾ. ഇന്ന് നമ്മൾ സംസാരിക്കുന്ന, കേരളം സൗത്ത് ഇന്ത്യയിലല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, നോർത്തേൺ ബെൽറ്റിൽ നമ്മൾ ഇന്ന് സംസാരിക്കുന്ന പ്രധാനപ്പെട്ട എല്ലാ ഭാഷകളും, അതിപ്പോൾ ഗുജറാത്തി, മറാത്തി, രാജസ്ഥാനി, ഈ പറഞ്ഞ പഞ്ചാബി, ഹരിയാന, ബീഹാറി ഭാഷ, ബംഗാളി ഭാഷ, ഇതെല്ലാ ഭാഷകളുടെയും ദേവനഗരി സ്ക്രിപ്റ്റ് അടക്കമുള്ള എല്ലാ സ്ക്രിപ്റ്റുകളും ഡിറൈവ് ചെയ്തിരിക്കുന്നത് ആദ്യകാല ബ്രഹ്മി സ്ക്രിപ്റ്റിൽ നിന്നാണ്. അത്രയാണ് ഇവിടെ പറയുന്നത്. ഓക്കെ. ഇനി
പിയാദസി എന്ന് വിളിക്കുന്നത് ആരെയാണ്? പ്ലസന്റ്, അതിന്റെ അർത്ഥം എന്താണ്? പ്ലസന്റ് ടു ബിഹോൾഡ് എന്നുള്ളതാണ്. ദേവനമ്പിയ എന്ന് പറഞ്ഞാൽ ബിലോവ്ഡ് ഓഫ് ദ ഗോഡ്സ്. ഇത് രണ്ടും ആരെ വിശേഷിപ്പിക്കുന്നതാണ്? അശോകനെ വിശേഷിപ്പിക്കുന്നതാണ്. ഓൾറെഡി കണ്ട കാര്യമാണ്. ഇനി ഇതാ ഇൻഡോ ഗ്രീക്ക് കിങ് ആയിട്ടുള്ള മിയാൻഡർ അച്ചടിച്ചിട്ടുള്ള കോയിൻസ്. അവിടെ നോക്കി കഴിഞ്ഞാൽ രാജാവിന്റെ പടം, രാജാവിന്റെ പേര് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇനി ഇവിടെ ലിമിറ്റേഷൻസിനെ പറ്റിയിട്ടൊക്കെ പറയുന്നുണ്ട്. അശോകൻ ഇൻസ്ക്രിപ്ഷനിലെ എവിഡൻസിന്റെ ലിമിറ്റേഷൻസ് ആണ് ഇവിടെ പറയുന്നത്. എന്തൊക്കെയാണ്? ഒന്ന്, ലെറ്ററുകൾ ഫെയിൻറ്റ്ലി എൻഗ്രേവ്ഡ് ആണ്. ഇപ്പം ലെറ്ററുകൾ എന്ത് ചെയ്യാം? തേഞ്ഞു പോയി കാണും, ലെറ്റേഴ്സ് മിസ്സിംഗ് ആയി കാണും. അതുപോലെ തന്നെ അതിനകത്ത് എഴുതിയിരിക്കുന്ന കാര്യങ്ങളുടെ എക്സാക്ട് മീനിങ് നമുക്ക് വായിച്ചെടുക്കാൻ പറ്റണമെന്നില്ല. അതുപോലെ തന്നെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആണെന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ ചിലപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ടാവില്ല, ഇൻസ്ക്രിപ്ഷനകത്ത് കണ്ടുകൊള്ളണമെന്ന് നിർബന്ധമില്ല. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് പ്രധാനമായിട്ടും. അപ്പോൾ എപ്പിഗ്രഫി അല്ലെങ്കിൽ ഇൻസ്ക്രിപ്ഷൻസിന്റെ പഠനങ്ങളിലൂടെ മാത്രം നമുക്കൊരു കാലഘട്ടത്തെ വായിച്ചെടുക്കാനായിട്ട് പറ്റില്ല. ഇൻസ്ക്രിപ്ഷൻസ് മാത്രമല്ല നമുക്ക് അവിടെ വേണ്ടത്. എന്തൊക്കെ വേണം? ജാതക കഥകൾ വേണം, മറ്റ് ലിറ്റററി സോഴ്സസ് വേണം, ഫോറിൻ അക്കൗണ്ട്സ് വേണം, നാണയങ്ങളുടെ പഠനം വേണം, മെറ്റീരിയൽ റിമൈൻസ് വേണം. ഇതെല്ലാം ഉണ്ടെങ്കിൽ ആണ് ആ കാലഘട്ടത്തെ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ കാലഘട്ടത്തെ പറ്റി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? വായിച്ചെടുക്കാനായിട്ട് പറ്റുള്ളൂ. നമ്മൾ ഓൾറെഡി കൺസെപ്റ്റ് ക്ലാസ്സിൽ പഠിച്ച കാര്യമാണ്. അതിവിടെ ഒന്നുകൂടെ അവർ പറയുന്നു എന്ന് മാത്രം. അതുകൊണ്ടാണ് ഞാൻ അതിനെ ഓടിച്ച് പറഞ്ഞു വിടുന്നത്. അതായത് ഒരു ഇൻസ്ക്രിപ്ഷൻ എക്സാമ്പിൾ ആണ്. കർണാടകയിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ഒരു കോപ്പർ ഇൻസ്ക്രിപ്ഷൻ ഏറ്റവും നല്ല എക്സാമ്പിൾ ആണിത്. കോപ്പറിനകത്ത് കൊത്തി വെച്ചിരിക്കുന്നത് കാണാൻ പറ്റും. ഇൻസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ ഉറപ്പുള്ള പ്രതലങ്ങളിൽ കൊത്തുക എന്നേ അർത്ഥമുള്ളൂ. നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. വളരെ രസമുള്ള ഒരു ഇൻസ്ക്രിപ്ഷനാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി ഈ ഭാഗം നമ്മൾ കവർ ചെയ്തു. NCERT-ൽ കൊടുത്തിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ടൈം ലൈൻ നിങ്ങൾ ഓർത്ത് വെക്കുക. ഏറ്റവും ആദ്യകാല രാജവംശങ്ങൾ കാണുന്ന സമയം, അതിനകത്ത് നിന്നും മഗധ, ഇവിടെയാണ് നമ്മുടെ അജാതശത്രു, അതുപോലെ തന്നെ മഹാപത്മനന്ദ, ബിംബിസാരയൊക്കെ വരുന്നത്. അതിനുശേഷം അലക്സാണ്ടറിന്റെ ഇൻവേഷൻ വരുന്നു. അലക്സാണ്ടറിന്റെ ഇൻവേഷൻ നടക്കുന്നത് ആരുടെ സമയത്താണ്? നമ്മൾ പറഞ്ഞു, ധനനന്ദ എന്ന് പറയുന്ന റൂളറിന്റെ സമയത്താണ്. ഈ ധനനന്ദയെ തോൽപ്പിച്ചുകൊണ്ടാണ് അധികാരത്തിൽ വരുന്നത്? ചന്ദ്രഗുപ്ത മൗര്യൻ അധികാരത്തിൽ വരുന്നത്. അതിനുശേഷം അശോക ചക്രവർത്തി വരുന്നു. മൗര്യ സാമ്രാജ്യം 150 വർഷം മാത്രമാണ് മൗര്യ സാമ്രാജ്യത്തിന് ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ പഠിച്ചു അല്ലേ? 150 വർഷം മാത്രമാണ് മൗര്യ സാമ്രാജ്യത്തിന് ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം വന്നിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൂളേഴ്സ് ആണ് ചോളന്മാര്, ചേരന്മാര്, പാണ്ഡ്യന്മാര് സൗത്ത് ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. ശതവാഹനാസ് ഡെക്കാനിലുണ്ടായിരുന്നു. ഞാൻ മാപ്പൊക്കെ വരച്ചു തന്നതാണ്. മാപ്പ് കണ്ടതുമാണ് നമ്മൾ നേരത്തെ. അതിനുശേഷം ശക റൂളേഴ്സ് വരുന്നു നോർത്ത് വെസ്റ്റിൽ. ആ സമയത്ത് കോയിൻ വരുന്നതൊക്കെ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അല്ലേ? ഇൻഡോ ഗ്രീക്സ് ആണ് ഏറ്റവും ആദ്യമായിട്ട് രാജാവിന്റെ പേരും പടവും അച്ചടിച്ചിട്ടുള്ളത് നമ്മൾ കണ്ടു. കുഷൻസ് ആണ് ഏറ്റവും ആദ്യത്തെ ഗോൾഡ് കോയിൻസ് അച്ചടിച്ചിട്ടുള്ളത് നമ്മൾ കണ്ടു. ഈ കുശനാസിലെ ഒരു രാജാവാണ് ആര്? കനിഷ്ക എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇനി അതിനുശേഷം നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്ത് തുടങ്ങുന്നു? ഏർലിയസ്റ്റ് ഇൻസ്ക്രിപ്ഷൻ ശക റൂളേഴ്സ് ആദ്യം ലാൻഡ് കൊടുത്തതിൻ്റെ ഇൻസ്ക്രിപ്ഷൻസ് ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. ശതവാനാസും ശക റൂളേഴ്സും. അതിനുശേഷം ഗുപ്ത റൂൾ സ്റ്റാർട്ട് ചെയ്യുന്നു. സമുദ്രഗുപ്ത നമ്മൾ എവിടെയാണ് പഠിച്ചത്? പ്രയാഗ് പ്രശസ്തി എന്ന് പറയുന്ന അല്ലെങ്കിൽ അലഹാബാദ് ഇൻസ്ക്രിപ്ഷൻ അച്ചടിച്ചതാരാണെന്ന് പറയുന്നത് സമുദ്രഗുപ്തയുടെ സമയത്ത് ഹരിസേന എന്ന് പറയുന്ന റൂളറാണ് നമ്മൾ കണ്ടു. പോയിട്ടാണെന്ന് അല്ലെങ്കിൽ സ്കോളറാണ് നമ്മൾ കണ്ടു. അതിനുശേഷം ചന്ദ്രഗുപ്ത സെക്കൻഡിന്റെ കാര്യം നമ്മൾ പഠിച്ചു. ആ സമയത്തുണ്ടായിരുന്ന റൂളറാണ് വക്കഡാക്ക, അല്ലെങ്കിൽ മറ്റൊരു കിങ്ഡമാണ് വക്കഡാക്ക. വക്കഡാക്കയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ വക്കഡാക്കയിലേക്ക് ആരെ കല്യാണം കഴിച്ചു കൊടുക്കുകയാണ്? പ്രഭാവതി ഗുപ്ത എന്ന് പറയുന്നത് ചന്ദ്രഗുപ്ത സെക്കൻഡിന്റെ മകളെ കല്യാണം കഴിച്ചു കൊടുത്ത കാര്യം നമ്മൾ കണ്ടതാണ്. പിന്നീടുള്ള കാലഘട്ടത്തിലാണ് ചാലുക്യന്മാർ കർണാടകയിൽ വരുന്നത്, പല്ലവന്മാർ തമിഴ്നാടിൽ വരുന്നത്. അതുപോലെ തന്നെ ഹർഷവർദ്ധന, കനൗജ് ഭരിച്ചിരുന്ന ഹർഷവർദ്ധനയുടെ കാര്യം നമ്മൾ കണ്ടതാണ്. അദ്ദേഹത്തിന്റെ ജീവചരിത്രമാണ് ഹർഷചരിത. ആരെഴുതിയതാണ്? ബാണഭട്ട. ഏത് ഭാഷയിൽ? സംസ്കൃത ഭാഷയിൽ. കനൗജിലാണ് അദ്ദേഹം ഭരിച്ചിരുന്നത്. ആ സമയത്ത് ഇന്ത്യ വിസിറ്റ് ചെയ്ത ചൈനീസ് ട്രാവലറാണ് ആര്? സുവാങ്സാങ് എന്നുള്ളതും നമ്മൾ കണ്ടതാണ്. ഇനി അതിനുശേഷം എന്ത് ചെയ്യുന്നു? അറബ് സിന്ധ് കോൺക്വർ ചെയ്യുന്നു. ഇതിന് ശേഷമുള്ള ചരിത്രം നമ്മൾ അടുത്ത തീംസിനകത്താണ് പഠിക്കുന്നത്. പിന്നെ നമ്മൾ എന്താ കാണുന്നത്? എപ്പിഗ്രഫി എന്ന് പറഞ്ഞാൽ സ്റ്റഡി ഓഫ് ഇൻസ്ക്രിപ്ഷൻസ് ആണ്. അതിനകത്ത് കണ്ടിട്ടുള്ള അഡ്വാൻസ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ടൈം ലൈൻ ആണ് കൊടുത്തിരിക്കുന്നത്. 1784 ഏഷ്യാറ്റിക് സൊസൈറ്റി ഫൗണ്ട് ചെയ്യുന്നു. ആരാണ്? വില്യം ജോൺസ് ആണ് ഫൗണ്ട് ചെയ്യുന്നത്. അതിനുശേഷം കോളിൻ മെക്കാൻസി 8,000-ഓളം ഇൻസ്ക്രിപ്ഷൻസ് കണ്ടുപിടിച്ച് കൊണ്ടുവരുന്നു. അതായത് സംസ്കൃത ഭാഷയിലും ദ്രാവിഡിയൻ ലാംഗ്വേജസിലും. 38 ജെയിംസ് പ്രിൻസെപ്പ് എന്ത് ചെയ്യുന്നു? അശോകൻ ബ്രഹ്മി ഡിസൈഫർ ചെയ്തെടുക്കുന്നു. അലക്സാണ്ടർ കണ്ണിങ്ഹാം അശോകന്റെ ഇൻസ്ക്രിപ്ഷൻസിന്റെ അർത്ഥം പബ്ലിഷ് ചെയ്യുന്നു. അതിനുശേഷം വന്നിട്ടുള്ള ഈ കാണുന്ന കാര്യങ്ങളൊന്ന് ഓർത്ത് വെക്കുക. ആദ്യത്തെ ഇഷ്യൂ ഓഫ് എപ്പിഗ്രഫിക്ക കർണാട്ടിക്ക എന്ന് പറയുമ്പോൾ സൗത്ത് ആണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. അപ്പോൾ സൗത്ത് ഇന്ത്യയെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യൻ ഇൻസ്ക്രിപ്ഷൻസ് പറയുന്നത് എവിടെയാണ്? എപ്പിഗ്രഫിയ കർണാട്ടിക്കയിലാണെന്നുള്ള കാര്യം ഓർത്ത് വയ്ക്കുക. 1888 എപ്പിഗ്രഫിയ ഇൻഡിക്ക, ഇന്ത്യയിലുള്ള മറ്റ് ഇൻസ്ക്രിപ്ഷൻസിനെ പറ്റി പറയുന്നു എന്നുള്ള കാര്യം കൂടെ ഓർത്ത് വെക്കുക. അപ്പോൾ DC സിർക്കറാണ് എന്ത് ചെയ്യുന്നത്? ഇന്ത്യൻ എപ്പിഗ്രഫി എന്ന് പറയുന്ന ഭാഗം ആ പുസ്തകം അച്ചടിച്ചെന്നുള്ള കാര്യം കൂടെ ഓർത്ത് വെക്കുക. ഈ രണ്ട് ടൈം ലൈൻസും പഠിച്ചു പോവുക. ഇതിനകത്തുനിന്ന് വർഷമടക്കം എടുത്ത് വെച്ചിട്ട് എന്ത് ചെയ്യാം? ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് വരാനുള്ള സാധ്യത കൂടെ ഉണ്ട്. സോ ഇതാണ് തീംസ് ഇൻ ഇന്ത്യ ഹിസ്റ്ററി എന്ന് പറയുന്ന ഭാഗത്തിന് നമ്മൾ പ്രധാനമായിട്ടും പഠിക്കുന്ന ഇന്നത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത്. തീംസ് 2 എന്ന് പറയുന്നത് ഇൻഡസ് വാലി സിവിലൈസേഷന് ശേഷം വന്നിട്ടുള്ള പ്രധാനപ്പെട്ട വേദിക് ഏജിന് ശേഷം വന്നിട്ടുള്ള
പ്രധാനപ്പെട്ട രാജവംശങ്ങൾ ഏതൊക്കെയാണ്, ആ രാജവംശങ്ങൾ എക്കോണമിക്കലായിട്ടും കർഷകർക്ക് വേണ്ടിയിട്ടും സാധാരണ ജനങ്ങൾക്ക് വേണ്ടിയിട്ടും നടത്തിയിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയാണ്, ആ കോൺട്രിബ്യൂഷൻസ് എന്തിൽ നിന്നാണ് നമുക്ക് ലഭിക്കുന്നത്. പ്രധാനമായിട്ടും ഈ ചാപ്റ്റർ ഡീൽ ചെയ്യുന്നത് ഇൻസ്ക്രിപ്ഷൻസ് ആണ്. ഇൻസ്ക്രിപ്ഷൻസ് ഏതൊക്കെ ഭാഷയിലാണുള്ളത്, അതെങ്ങനെയാണ് ഡിസൈഫർ ചെയ്തെടുത്തത്, ആരാണ് ഡിസൈഫർ ചെയ്തെടുത്തത് എന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഓരോ ഇൻസ്ക്രിപ്ഷൻസ് ആ പറയുന്ന 600 BCE തൊട്ട് 600 CE വരെ കാണുന്ന ഓരോ ഇൻസ്ക്രിപ്ഷൻസ്, പല ഇൻസ്ക്രിപ്ഷൻസ് ഉണ്ട്. അതിൽ പേരെടുത്ത് പറഞ്ഞിരിക്കുന്നത് ഏതാണ്? അലഹാബാദ് ഇൻസ്ക്രിപ്ഷൻ ആണ്, പ്രയാഗ് പ്രശസ്തി എന്ന് പറയുന്നത്. അതല്ലാതെ ഒരുപാട് ഇൻസ്ക്രിപ്ഷൻസ് ഉണ്ട്. ആ ഇൻസ്ക്രിപ്ഷൻസിലെല്ലാം എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ് ഇവർ എന്ത് ചെയ്യുന്നത് പറയുന്നത്, അല്ലേ? ഈ പറയുന്ന നമ്മുടെ പ്രഭാവതി ഗുപ്ത ആയിക്കോട്ടെ, അലഹാബാദ് ഇൻസ്ക്രിപ്ഷനകത്ത് പറയുന്ന കാര്യമായിക്കോട്ടെ, അശോകന്റെ ഇൻസ്ക്രിപ്ഷൻസ് ആയിക്കോട്ടെ, ഇതെല്ലാം ശതവാഹനാസ് ലാൻഡ് കൊടുത്തതിനെ പറ്റിയിട്ടും ഷാഗാസ് ലാൻഡ് കൊടുത്തതിനെ പറ്റിയിട്ടുള്ള ഇൻസ്ക്രിപ്ഷൻസിനകത്തു നിന്നൊക്കെയാണ് ഇവർ എന്ത് ചെയ്യുന്നത്, ഈ ചരിത്രത്തെ അല്ലെങ്കിൽ ആ കാലഘട്ടത്തിലെ റൂളേഴ്സിനെ പറ്റിയിട്ട് റീകൺസ്ട്രക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. അതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിനകത്ത് പ്രധാനമായിട്ടും കണ്ടത്. അടുത്ത NCERT ക്ലാസ്സിൽ നമുക്ക് ഇതുപോലെ തന്നെ മറ്റൊരു തീമുമായിട്ട് വീണ്ടും കാണാം. അപ്പോൾ ഇതുപോലെയുള്ള ഭാഗങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു പോവാം. ഞാൻ ഒരിക്കൽ കൂടെ പറയുന്നു, NCERT ക്ലാസ്സുകളുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്തെടുക്കുക എന്ന് മാത്രമാണ്. നിങ്ങളിപ്പോൾ ഈ ചാപ്റ്റർ വായിച്ചപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും, ഇത് വളരെയധികം ഡിസോർഗനൈസ്ഡ് ആണ്. തീംസ് എന്ന് നമ്മൾ പഠിക്കുന്നുണ്ടെങ്കിലും ആ തീം എന്താണ് അവർ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ അവരെന്താണ് ആ പുസ്തകത്തിനകത്ത് പറയുന്നത് എന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാക്കിയാലാണ് ഈ ചാപ്റ്റർ നിങ്ങൾക്ക് ഈസി ആയിട്ട് വായിക്കാൻ പറ്റുള്ളൂ. സോ അതിലേക്കൊരു ഡയറക്ഷൻ തരിക, എങ്ങനെ വായിക്കണം, എന്തൊക്കെ ഒഴിവാക്കണം, എന്തൊക്കെ ഓർത്തെടുക്കണം എന്നുള്ളത് മനസ്സിലാക്കി തരിക എന്നുള്ളത് മാത്രമാണ് ഈ ക്ലാസ്സിന്റെ പർപ്പസ് എന്ന് പറയുന്നത്. ഇതിനെ ബേസ് ആക്കി വെച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ടെസ്റ്റുകൾ ചെയ്തുകൊണ്ടും മറ്റ് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തുകൊണ്ടും നിങ്ങളുടെ കൺസെപ്റ്റ് സ്ട്രോങ് ആക്കി വെക്കുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എക്സാമിന് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം.